morning. Okay, good morning. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, കഴിഞ്ഞ ദിവസം എടുത്ത കാര്യങ്ങളൊക്കെ നോക്കിയായിരുന്നോ നിങ്ങളുടെ? എല്ലാവർക്കും ടെക്സ്റ്റ് ബുക്ക് ഒക്കെ കിട്ടിയോ? എന്തായി? എല്ലാവർക്കും ടെക്സ്റ്റ് ബുക്ക് ഒക്കെ കിട്ടിയോ? കിട്ടിയില്ലേ? ഓക്കെ, ശരി. ശ്രീലക്ഷ്മിക്ക് കിട്ടിയിട്ടില്ല അല്ലെ? കിട്ടാത്തവരെ എത്രയും പെട്ടെന്ന് എന്നെ ഓഫീസായിട്ട് കോണ്ടാക്ട് ചെയ്യാം കേട്ടോ. എത്രയും പെട്ടെന്ന് ടെക്സ്റ്റ് കളക്ട് ചെയ്യാനായിട്ട് നോക്കാം. ഓക്കെ, നമ്മളിങ്ങനെ ക്ലാസ് എടുത്തു പോകുമ്പോൾ നിങ്ങൾക്ക് അത് ഫോളോ ചെയ്ത് പോകാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും കേട്ടോ. അതുകൊണ്ടാണ് ആ സിസ്റ്ററിന് കഴിഞ്ഞ ദിവസം അന്വേഷിച്ചിരുന്നത്. സിസ്റ്റർ എവിടെയാണ്? അങ്കമാലിയാണോ? അങ്കമാലിയിലാണോ ഓർഡർ കൊടുത്തിട്ടുണ്ട് അല്ലെ? ഓക്കെ ഓക്കെ, ആ അങ്കമാലിയിലാണ്. എന്റെ വീട് അങ്കമാലി അടുത്താണ്, അത്താണിയിലാണ് എന്റെ വീട്. അത്താണി അടുത്താണ്, ഞങ്ങൾക്ക് ഹൗസ് ഉണ്ട് അത്താണിയില്. അത് ശരി. അത്താണിയിൽ നിന്ന് അത്താണിയിൽ കുറച്ചൊരു 3.5 കിലോമീറ്റർ അങ്ങോട്ട് പോകണം. സ്കൂളില്ലേ അവിടെ പഠിപ്പിക്കുന്നുണ്ട്. അസിസി സ്കൂള്. ആ ഓക്കെ, അറിയാം അറിയാം അറിയാം. അവിടെ ഞങ്ങളുടെ സിസ്റ്റേഴ്സ് ഉണ്ട്. ഞാനൊരു യാത്രയിൽ കേട്ടോണ്ടിരിക്കുകയാണ് മാം. ഞാനൊരു യാത്രയിലാണ്. ക്ലാസ് കേൾക്കുന്നുണ്ട് പക്ഷെ. അങ്കമാലിയിൽ കേട്ടപ്പോഴേ പെട്ടെന്ന് എന്റെ വീട് അവിടെ അത്താണി ആ ഭാഗത്താണ്, അതാണ് ഞാൻ ചോദിച്ചത്. ഓക്കെ മാം, ഓക്കെ 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 മാം. ആ ഓക്കെ ഓക്കെ, ഞാൻ അത്താണി വരാറുണ്ട്, അത്താണിയിൽ വരാറുണ്ട്. ഓക്കെ, ശരി ശരി. ഓക്കെ ഓക്കെ ഓക്കെ, ശരി ശരി മാം, ശരി ശരി. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോ നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് നമ്മള് ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റൽസ് ആണ് നമ്മള് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെ? നമുക്ക് കുറച്ച് അബ്രീവിയേഷൻസ് മാത്രമേ ഇതിനകത്ത് പറയാനുള്ളൂ. അപ്പോ എല്ലാവർക്കും ക്ലാസ് ഒക്കെ എല്ലാവർക്കും മനസ്സിലാവുന്നില്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ? ഫോളോ ചെയ്ത് പോകാൻ പറ്റുന്നില്ലേ എല്ലാവർക്കും? ടെക്സ്റ്റ് ബുക്ക് ഇല്ലാത്തതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും, കുഴപ്പമില്ല, നമുക്ക് പതുക്കെ എടുക്കുന്നുള്ളൂ കേട്ടോ. ഓക്കെ, ശരി. അപ്പൊ ഞാൻ ഓൾ മ്യൂട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഓൾ മ്യൂട്ട് ചെയ്യാണ്, നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോ ഇനി നമുക്ക് കുറച്ച് അബ്രിവിയേഷൻസ് ആണ് പഠിക്കാനായിട്ടുള്ളത് ആ ഒരു ചാപ്റ്ററിൽ നിന്ന് കേട്ടോ. അബ്രിവിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ചുരുക്കെഴുത്തുകളാണ് അല്ലെ? അറിയാലോ, ചുരുക്കെഴുത്തുകളാണ് കേട്ടോ. അത് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് അവിടെ കൊടുത്തിട്ടുണ്ട്, നമ്മൾ പഠിച്ചു വെക്കണം കേട്ടോ. ഓക്കെ, ആദ്യത്തെ നമ്മൾ പറഞ്ഞിരുന്നു PHC കേട്ടോ. സ്ക്രീനിലൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ടെക്സ്റ്റ് ഇല്ലാത്തവര് സ്ക്രീനിലൊന്ന് നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. PHC എന്താണെന്ന് പറഞ്ഞത്? പ്രൈമറി ഹെൽത്ത് കെയർ സെന്റർ അല്ലെ? നിങ്ങൾക്ക് അറിയാവുന്നതാണ്, നമ്മൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് തന്നെ പഠിച്ചതാണ് അല്ലെ? പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ കേട്ടോ. പ്രൈമറി ഹെൽത്ത് കെയർ സെന്റർ, അതിന്റെ ചുരുക്കരൂപമാണ് കേട്ടോ PHC എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് FHC എന്താണ്? ഫാമിലി ഹെൽത്ത് സെന്റർ കേട്ടോ. കുടുംബാരോഗ്യ കേന്ദ്രം. നമ്മൾ ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ഇല്ല, അതിനേക്കാളും കുറച്ചും കൂടെ വിപുലമായിട്ടുള്ള ഹെൽത്ത് കെയർ ഒക്കെ കൊടുക്കുന്ന ഒരു സെന്റർ ആണ് കേട്ടോ. ഫാമിലി ഹെൽത്ത് സെന്റർ കേട്ടോ. അതിന്റെ ചുരുക്കരൂപമാണ് FHC. ഓക്കെ, അടുത്തതാണ് CPHC കേട്ടോ. CPHC എന്താണ്? കോംപ്രിഹെൻസീവ്. C എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? കോംപ്രിഹെൻസീവ് ആണ് കേട്ടോ. കോംപ്രിഹെൻസീവ് പ്രൈമറി ഹെൽത്ത് കെയർ കേട്ടോ. കോംപ്രിഹെൻസീവ് പ്രൈമറി ഹെൽത്ത് കെയർ എന്നതിന്റെ ചുരുക്കരൂപമാണ് CPHC. ഓക്കെ, അടുത്തത് FWAA. ചേ എന്ന് വെട്ടണം കേട്ടോ. ചേ എല്ലാം അവിടെ വരിക D എന്നാണ് കേട്ടോ വരാം. D അതൊന്ന് തിരുത്തണം കേട്ടോ. കയ്യിൽ പേനെങ്കിൽ തിരുത്തി വെക്കണം കേട്ടോ. FWAA ചേ അല്ല D എന്നാക്കുക കേട്ടോ. എന്താണ് അതിന്റെ ഫുൾ ഫോം എന്താണെന്ന് അറിയാമോ? സ്റ്റെപ്പ് വൈസ് അപ്രോച്ച് ടു എയർവേ ഡിസീസസ്. എന്താണ്? സ്റ്റെപ്പ് വൈസ് അപ്രോച്ച് ടു എയർവേ ഡിസീസസ്. ഓക്കെ,
എയർവേ ഡിസീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എയർവേ ഡിസീസ് ഈ ശ്വാസ സംബന്ധമായിട്ട് വരുന്ന അസുഖങ്ങളാണ് കേട്ടോ. ശ്വസന സംബന്ധമായിട്ട് വരില്ലേ, നമുക്ക് ആസ്മ, ശ്വാസമുട്ടല്, അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളില്ലേ, അതാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. എയർവേ ഡിസീസ് ശ്വാസപരമായ ശ്വസന സംബന്ധമായിട്ട് വരുന്ന അസുഖങ്ങൾ. അതിശ്രുതി സ്വാഡ് എന്നാക്കണം കേട്ടോ. ജെ അല്ല ഡി ആണ്, ഡിസീസ് എന്നാണ് വന്നിരിക്കുന്നത്, അതുകൊണ്ട് ഡി എന്നാക്കണം കേട്ടോ. അതാണ് പറഞ്ഞത്. ആദ്യം കറക്റ്റ് ആണ് റുബീന, ഡി ആക്കുക കേട്ടോ. ജെ എന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്, തിരുത്താം കേട്ടോ. ഓക്കെ, എങ്ങനെ വായിക്കുന്നത് നമ്മള്? സ്റ്റെപ്പ് വൈസ് അപ്രോച്ച് ടു എയർവേ ഡിസീസസ്. ഓക്കെ, അടുത്തത് കേട്ടോ COPD. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് അല്ലെ COPD, മുൻവർഷ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. COPD എന്താണ്? COPDയുടെ ഫുൾ ഫോം എന്താണ്? ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ്. ഇതാണ് ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് കേട്ടോ. പഠിച്ചു വെക്കണേ, COPD പലപ്പോഴും ചോദിക്കുന്നതാണ്. ഇനി പല ചാപ്റ്ററിലൊക്കെ ഇനി നമ്മൾ പഠിക്കും. ഓക്കെ, COPDയുടെ ഫുൾ ഫോം ഇതാണ്, ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് ആണ്. അതായത് വിട്ടുമാറാത്ത ശ്വാസകോശ അസുഖങ്ങൾ കേട്ടോ. പൾമണറി എന്ന് കേൾക്കുമ്പോൾ ശ്വാസകോശവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാക്കാണ് അല്ലെ. പൾമണോളജി, പൾമണറി എന്നൊക്കെ പറയുമ്പോൾ ശ്വാസകോശവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതായത് നമ്മുടെ ശ്വസന നാളികളുണ്ടല്ലോ, ഈ ശ്വസന നാളികള് ഇങ്ങനെ എന്ത് ചെയ്യും? ചുരുങ്ങി പോകുന്ന ഒരവസ്ഥയാണ് കേട്ടോ. ചുരുങ്ങും, അതിങ്ങനെ വല്ലാതെ ചുരുങ്ങിയിട്ട് നമ്മുടെ ശ്വാസകോശത്തിന്റെ പ്രവർത്തനം ഒരുപാട് എന്താ പറയുക കുറഞ്ഞു പോകുന്ന ഒരവസ്ഥയാണ് കേട്ടോ COPD എന്ന് പറയുന്നത്. മനസ്സിലായോ? നമ്മുടെ ശ്വസന നാളികകള് നാരോ ആവാൻ തുടങ്ങും, ചുരുങ്ങി പോകും. അതിപ്പോ നമുക്ക് എന്തെങ്കിലും എന്താ പറയാ അലർജി മൂലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് വന്നിട്ട് ആ ഒരു ശ്വസന നാളികളിൽ ഇങ്ങനെ ചുരുങ്ങി പോകും. സ്വാഭാവികമായിട്ട് നമ്മുടെ ശ്വാസകോശത്തിന്റെ പ്രവർത്തനം ഭയങ്കരമായിട്ട് റിഡ്യൂസ് ചെയ്തു പോകുന്നത്, കുറഞ്ഞു പോകുന്ന ഒരു അവസ്ഥയാണ്. നമ്മൾ തിയേറ്ററിൽ സിനിമയൊക്കെ കാണുമ്പോൾ കണ്ടിട്ടില്ലേ, ശ്വാസകോശം ഇതുപോലെ സ്പോഞ്ച് പോലെയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഈ സ്പോഞ്ച് പോലെയുള്ള ശ്വാസകോശം ഇങ്ങനെ വലിയ അറകള് പോലെയോ അപ്പൊ എന്തുണ്ടാവും വെച്ചാൽ ഈ ശ്വാസകോശത്തിന്റെ പ്രവർത്തനം ഭയങ്കരമായിട്ട് ചുരുങ്ങി പോകും. കൂടുതലും ഈ ഒരു അസുഖം വരുന്നത് ഈ സ്മോക്കിംഗ് ചെയ്യുന്ന ആൾക്കാർ, പുകവലിക്കുന്ന ആളുകള്, അങ്ങനെയുള്ളവരിലാണ് ഈ ഒരു അസുഖം കൂടുതലായിട്ട്. അല്ലാത്തവർക്കും വരുന്നുണ്ട്, പക്ഷെ കൂടുതലും ഈ പുകവലിയുള്ള ആളുകൾക്കാണ് ഇങ്ങനെ ഒരു അസുഖം വരാറുള്ളത് കേട്ടോ. മറ്റുള്ളവർക്ക് വരാറുണ്ട്, അവർക്ക് കൂടുതൽ സാധ്യതയുണ്ട് കേട്ടോ COPDക്ക്. അപ്പൊ COPDയുടെ ഫുൾ ഫോം നിങ്ങൾ പഠിച്ചു വെക്കണം, ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി. ഒബ്സ്ട്രക്ട് ചെയ്യാന്ന് വെച്ചാൽ തടസ്സം വരികയാണ് അല്ലെ. ശ്വസന നാളികളിൽ ചുരുങ്ങി പോയി ശ്വാസം നേരാവണ്ണം നമുക്ക് കിട്ടാത്തൊരു സ്ഥിതിയിലോട്ട് വരും കേട്ടോ. അതാണ് കേട്ടോ ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ്. അടുത്തതാണ് ആശ, ASHA. നമ്മളൊക്കെ പറയാറില്ല, ആശാ വർക്കർമാര് നമ്മുടെ വാർഡിലൊക്കെ ഉണ്ടാവില്ല. ആശാ വർക്കർമാർ ഉണ്ടാവാറില്ലേ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ വാക്സിനേഷൻ ടൈമൊക്കെ ആകുമ്പോൾ ആശാ വർക്കർമാര് വിളിച്ച് നമ്മളെ ഓർമ്മപ്പെടുത്താറുണ്ട് അല്ലെ. മറ്റു പല ഹെൽത്ത് സേവനങ്ങളൊക്കെ നമ്മൾക്ക് അറിയിക്കുന്നതൊക്കെ ആശാ വർക്കർമാരിലൂടെയാണ്. അപ്പൊ അതാണ് കേട്ടോ ASH, ആശ. അതാണ് നമ്മൾ ആശാ വർക്കർമാര് എന്നൊക്കെ പറയുന്നത് കേട്ടോ. ആശയുടെ ഫുൾ ഫോം എന്താണെന്ന് അറിയാമോ? അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് കേട്ടോ. എന്താണ്? അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് കേട്ടോ. ഹെൽത്ത് ആക്ടിവിസ്റ്റ് ആണ്, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. അടുത്തത് AWW. എന്താണ്? അംഗൻവാടി വർക്കർ. അംഗൻവാടി വർക്കർ അതിന്റെ ഷോർട്ട് ആക്കിയിട്ട് നമ്മൾ AWW. എന്താണ്? അംഗൻവാടി വർക്കർ ആണ് കേട്ടോ. ഓക്കെ, അടുത്തത് WHSNC. എന്താണ് ഇനി? സ്വാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്റ്റെപ്പ് വൈസ് അപ്രോച്ച് ടു എയർവേ ഡിസീസസ്. എയർവേ എന്ന് പറഞ്ഞാൽ എന്താണ്? ശ്വാസ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ കേട്ടോ. ആസ്മ പോലുള്ള അസുഖങ്ങളില്ലേ, ശ്വാസം മുട്ടലുകളൊക്കെ, അങ്ങനെയുള്ള അസുഖങ്ങൾ കേട്ടോ. അപ്പൊ സ്വാഡ് എന്ന് ജെ വെട്ടിയിട്ട് ഡി എന്നാക്കുക കേട്ടോ. സ്റ്റെപ്പ് വൈസ് അപ്രോച്ച് ടു എയർവേ ഡിസീസ് അതിന്റെ ചുരുക്ക രൂപമാണ് സ്വാഡ് കേട്ടോ. SWAAD എന്നാണ് പറയുക കേട്ടോ. ഓക്കെ, അത്രേ പറഞ്ഞുള്ളൂ. അടുത്തത് ലാസ്റ്റ് നമ്മൾ പറഞ്ഞത് WHSNC. എന്താണ്? വാർഡ് ഹെൽത്ത് സാനിറ്റേഷൻ ആൻഡ് ന്യൂട്രീഷൻ കമ്മിറ്റി. എന്താണ്? വാർഡ് ഹെൽത്ത് സാനിറ്റേഷൻ ആൻഡ് ന്യൂട്രീഷൻ കമ്മിറ്റി കേട്ടോ. WHSNC. നമ്മുടെ വീട്ടിലേക്കൊക്കെ ചിലപ്പോൾ ഈ ഹെൽത്ത് സെന്ററിൽ നിന്നൊക്കെ ഈ അയൺ ഗുളികകളൊക്കെ കൊണ്ടുവരാറുണ്ട്. ഗുളിക, അയൺ ഗുളികയൊക്കെ കൊണ്ടുതരുന്ന ആളുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതുപോലെ നമ്മൾ ഈ പറയുന്ന നമ്മുടെ കിണറ്റിലൊക്കെ ഇങ്ങനെ ക്ലോറിൻ അങ്ങനെയുള്ള
ഇങ്ങനെ ക്ലോറിൻ ഒക്കെ തരാറുണ്ട് അല്ലെ. അങ്ങനെയുള്ള ആളുകളൊക്കെ നമുക്ക് ഹെൽത്ത് സെന്ററിൽ നിന്ന് വന്ന് നമ്മുടെ ഓരോ വീടുകളിൽ വന്നിട്ട് സപ്ലൈ ചെയ്യാറുണ്ട്. നമ്മളോട് പറയാറുണ്ട് അത് ഡൈല്യൂട്ട് ചെയ്തിട്ട് കിണറ്റിൽ വെള്ളത്തിലോട്ട് ഒഴിക്കണം, സാനിറ്റേഷന്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ് അല്ലെ. അങ്ങനെയുള്ള ആളുകളാണ് കേട്ടോ. അവരൊക്കെ നമ്മുടെ ഹെൽത്ത് സെന്ററിന്റെ ന്യൂട്രീഷൻ സാനിറ്റേഷൻ കമ്മിറ്റിയിലെ അംഗങ്ങളാണ്. അത് തന്നെ ബ്ലീച്ചിങ് പൗഡർ ഒക്കെ കൊണ്ടുതരാം അങ്ങനെയുള്ളവരാണ് കേട്ടോ. ആശാവർക്കർമാരല്ല, വേറൊരു വിഭാഗം ആൾക്കാരുണ്ട് കേട്ടോ. നമ്മുടെ എന്റെ വീട്ടിലൊക്കെ വരാറുണ്ട്, നിങ്ങളുടെ എവിടെ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെയുള്ളവരാണ് കേട്ടോ. WHSNC എന്താണ് അവര്? വാർഡ് ഹെൽത്ത് സാനിറ്റേഷൻ ആൻഡ് ന്യൂട്രീഷൻ കമ്മിറ്റി. അതിന്റെ ഭാഗമായിട്ട് ആരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് വരുന്ന ആളുകളാണ് കേട്ടോ. ഓക്കെ, ഇതിൽ നിങ്ങൾ ഇതിന്റെ ഫുൾ ഫോമുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് ഓക്കെ ശ്രീലക്ഷ്മി വരാറുണ്ട് അല്ലെ. ഓക്കെ, അവരെയാണ് കേട്ടോ പറയുന്നത്. അപ്പം ഇതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. PHC എന്ന് പറയുന്നത് സ്ക്രീനിൽ നോക്കാട്ടോ. ടെക്സ്റ്റ് ഇല്ലാത്തവരൊന്ന് സ്ക്രീനിൽ നോക്കിയിട്ട് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണേ. പ്രൈമറി ഹെൽത്ത് കെയർ സെന്റർ. FHC എന്താണ്? ഫാമിലി ഹെൽത്ത് സെന്റർ. CPHC എന്ന് പറഞ്ഞ കോംപ്രിഹെൻസീവ് പ്രൈമറി ഹെൽത്ത് കെയർ. SWAD കേട്ടോ, തിരുത്തിയിട്ടുണ്ട്. SWAAD എന്ന് വായിക്കണം കേട്ടോ. സ്റ്റെപ്പ് വൈസ് അപ്രോച്ച് ടു എയർവേ ഡിസീസസ്. COPD എന്താണ്? ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ്. ASHA അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ്. AWW അംഗൻവാടി വർക്കർ. WHSNC വാർഡ് ഹെൽത്ത് സാനിറ്റേഷൻ ആൻഡ് ന്യൂട്രീഷൻ കമ്മിറ്റി. ഓക്കെ, കിട്ടിയല്ലോ? സ്ക്രീൻ നോക്കുക കേട്ടോ. അപ്പൊ ഇതോട് കൂടിയിട്ട് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കാണ് കേട്ടോ. ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് എടുത്തത്. സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് അല്ലെ. ഇതിൽ ഒരുപാട് കാര്യങ്ങളൊന്നും പഠിക്കാനോ ഒത്തിരി ഒന്നുമില്ല, ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. CPHC എന്ന് പറഞ്ഞാല് കോംപ്രിഹെൻസീവ് പ്രൈമറി ഹെൽത്ത് കെയർ. കോംപ്രിഹെൻസീവ് എന്ന് പറഞ്ഞാൽ എന്താ? കുറച്ചും കൂടെ വിപുലമായിട്ടുള്ള അല്ലെ, സമഗ്രമായിട്ടുള്ള. പ്രൈമറി പ്രാഥമിക ആരോഗ്യ പരിചരണം തന്നെ കുറച്ചും കൂടെ വിപുലമായിട്ടുള്ള രീതിയിൽ കൊടുക്കുക കേട്ടോ. CPHC കോംപ്രിഹെൻസീവ് പ്രൈമറി ഹെൽത്ത് കെയർ. ഓക്കെ, അപ്പൊ ഈ ചാപ്റ്ററിൽ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് നോക്കിക്കേ. നമ്മൾ 6 ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ട് ക്ലാസിഫൈ ചെയ്തു അല്ലെ. സൈസിനെ ബേസ് ചെയ്ത്, സൈസ് എന്ന് പറഞ്ഞ നമ്പർ ഓഫ് ഇൻപേഷ്യന്റ് ബെഡ് ആണ്. ബെഡുകളുടെ എണ്ണം ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. അതാണ് എക്സാമിന് കൂടുതൽ ചോദിക്കുക. അതുപോലെ തന്നെ കെയർ അല്ലെ, ലെവൽ ഓഫ് കെയറിനെ ബേസ് ചെയ്ത് പ്രൈമറി കെയർ, സെക്കൻഡറി കെയർ, ടെർഷ്യറി കെയർ ഓരോന്നിന്റെ എക്സാമ്പിളുകൾ പഠിച്ചിരിക്കണം കേട്ടോ. പ്രൈമറി കെയറിന് എന്താണ്? പ്രാഥമിക ആരോഗ്യ കേന്ദ്രം PHC. സെക്കൻഡറി കെയർ എല്ലാം നമ്മൾ ഗവൺമെന്റ് സിസ്റ്റത്തിലുള്ള എക്സാമ്പിൾ ആണ് നോക്കി കാണുന്നത്. സെക്കൻഡറി കെയർ ആകുമ്പോൾ ഇതൊക്കെ നമ്മൾ പറഞ്ഞത് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റല്, അതുപോലെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററുകള്, സബ് ഡിവിഷണൽ ഹോസ്പിറ്റലുകൾ, അതൊക്കെ എക്സാമ്പിൾ ആണ് കേട്ടോ. ജില്ലാ ആശുപത്രി, താലൂക്ക് ആശുപത്രികളൊക്കെ ഇതൊക്കെയാണ് സെക്കൻഡറി കെയറിന് എക്സാമ്പിൾ പറയുന്നത്. ടെർഷ്യറി കെയർ ആകുമ്പോൾ മെഡിക്കൽ കോളേജ് കേട്ടോ, മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ എക്സാമ്പിൾ ആണ്. പിന്നെ നമ്മൾ പറഞ്ഞത് ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റി, അതറിയാലോ നിങ്ങൾക്ക്. ഓരോ ക്ലിനിക്കൽ സ്പെഷ്യൽ ഓങ്കോളജി, കാർഡിയോളജി അങ്ങനെയുള്ള ഡിപ്പാർട്ട്മെന്റുകളൊക്കെ ഉണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഓണർഷിപ്പിനെ ബേസ് ചെയ്തിട്ട് അല്ലെ. ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഉണ്ട്, പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഉണ്ട്. അതിൽ പ്രത്യേകം നോട്ട് ചെയ്യേണ്ടത് എയിംസ്, അതുപോലെ തന്നെ PGI സെൻട്രൽ ഹോസ്പിറ്റലുകളാണ്. അങ്ങനെ എക്സാമ്പിൾ തന്നിട്ട് ഏത് ടൈപ്പ് ആണ്, പ്രൈവറ്റ് ആണോ ഗവൺമെന്റ് ആണോ എന്നൊക്കെ ചോദിക്കാം കേട്ടോ. ഓക്കെ, പിന്നെ സിസ്റ്റം ഓഫ് മെഡിസിൻ അറിയാം. ആയുർവേദം, ഹോമിയോപ്പതി, അലോപ്പതി, യുനാനി അല്ലെ, അങ്ങനെയൊക്കെയുള്ള ഡിവിഷൻസ് ഉണ്ട്. പിന്നെ ലെങ്ത് ഓഫ് സ്റ്റേനെ ബേസ് ചെയ്തിട്ട് അല്ലെ, അതിൽ നോട്ട് ചെയ്യണം. ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റൽ ആകുമ്പോൾ കുറഞ്ഞ കാലയളവിലേക്ക് പരിചരണത്തിന് വേണ്ടിയിട്ട് സ്റ്റേ ചെയ്യുന്നത്. ആ ഡേയ്സ് ഒക്കെ ഓർത്ത് വയ്ക്കാം. 1-2 ദിവസം തുടങ്ങി മാക്സിമം 20 ദിവസം വരെയാണ് ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റലുകളിലൊക്കെ ആളുകൾ സ്റ്റേ ചെയ്യുന്നത് അല്ലെ. അതേസമയം ലോങ് സ്റ്റേ ഹോസ്പിറ്റൽ ആകുമ്പോഴോ കുറെ കൂടെ കാലങ്ങളോളം, അതായത് ഈ പാലിയേറ്റീവ് കെയറുകള്, ജെറിയാട്രിക് കെയർ സെന്റർ, റിഹാബിലിറ്റേഷൻ സെന്റർ, മെന്റൽ ഹോസ്പിറ്റൽ, അവിടെ നിന്നൊക്കെ പറയുമ്പോൾ നിസ്സാര ദിവസമൊന്നുമല്ല അല്ലെ. ഒരുപാട് നാളുകളുണ്ട്, ചിലപ്പോൾ മാസങ്ങളാവാം, വർഷങ്ങളാവാം. അവരുടെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് അവർക്ക് സ്റ്റേ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പൊ അതിനൊക്കെ എക്സാമ്പിൾ ഒക്കെ ഒന്ന് നോട്ട് ചെയ്തിരിക്കുക കേട്ടോ. അത്രയേ ഉള്ളൂ ആ ചാപ്റ്റർ. ക്ലിയർ ആയിട്ട് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ അല്ലേ? എല്ലാവർക്കും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. മനസ്സിലായില്ലേ? ശരി, അപ്പൊ നമുക്ക് പുതിയൊരു ചാപ്റ്റർ തുടങ്ങാം കേട്ടോ. ഇത് വളരെ പതുക്കെയാണ് എടുക്കുന്നത്, മറ്റൊന്നുകൊണ്ടുമല്ല, നിങ്ങളുടെ കയ്യിൽ പലരുടെ ടെക്സ്റ്റ് ഇല്ലാത്തൊരു കാരണം കൊണ്ടാണ് കേട്ടോ. അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ സ്പീഡൊക്കെ ആക്കിയിട്ട് മുന്നോട്ട് പോകണം കേട്ടോ. ഓക്കെ, നോക്കാം നമുക്കെന്നാ 5ാമത്തെ ചാപ്റ്റർ കേട്ടോ. ചാപ്റ്റർ നമ്പർ 5, ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ എ ഹോസ്പിറ്റൽ. ഓക്കെ, ഇത് കുറച്ച് വലിയൊരു ചാപ്റ്റർ ആണ് കേട്ടോ. സാധാരണ ചാപ്റ്ററുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ വലുപ്പമുള്ള ഒരു ചാപ്റ്റർ ആണ്. പക്ഷെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ കൂടിയാണ് കേട്ടോ. കാര്യം ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതിൽ നിന്ന് വരാറുണ്ട്.
പിന്നെ മാത്രമല്ല ഇത് നമ്മൾക്കും അറിഞ്ഞിരിക്കുന്ന നല്ലതാണ്. കാരണം ഇത് പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് ആ ഒരു ഹോസ്പിറ്റലിലുള്ള ഡിപ്പാർട്ട്മെന്റുകളെ കുറിച്ചൊക്കെ നമുക്ക് ഏകദേശം ഒരു ഓവറോൾ ഐഡിയ ഒക്കെ നമുക്ക് കിട്ടും. ഇനി നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ കുറേ കൂടെ ശ്രദ്ധിക്കും, നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെന്റുകളൊക്കെ ശ്രദ്ധിക്കും. അപ്പൊ നിങ്ങൾക്ക് ഓരോ ഡിപ്പാർട്ട്മെന്റിനെ പറ്റിയിട്ട് നമുക്ക് ഏകദേശം ഒരു ഐഡിയയും കാര്യങ്ങളൊക്കെ, ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുകളുണ്ട്, എന്തൊക്കെ ചികിത്സകളാണ് അവിടെ കൊടുക്കുന്നത്, ഏതൊക്കെ അസുഖങ്ങളെയാണ് അവിടെ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്, അങ്ങനെ ഉള്ളതിനെ കുറിച്ചൊക്കെ ഒരു ഓവറോൾ ആയിട്ടുള്ള ഒരു ഐഡിയ, ഡീപ്പായിട്ടല്ല എങ്കിൽ ഓവറോൾ ആയിട്ടുള്ള ഒരു ഐഡിയ നമുക്ക് കിട്ടും ഈ ഒരു ചാപ്റ്റർ പഠിച്ചു കഴിയുമ്പോൾ കേട്ടോ. അത്രയും നല്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. ക്വസ്റ്റ്യൻസ് ഒക്കെ ധാരാളം വരാറുണ്ട് കേട്ടോ. അത് നിങ്ങളുടെ മനസ്സിൽ വെക്കുക. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ചാപ്റ്റർ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ഓക്കെ, നോക്കാം നമുക്ക് ചാപ്റ്റർ നമ്പർ 5 ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സിന്റെ ഹോസ്പിറ്റൽ കേട്ടോ. ഫസ്റ്റ് നോക്കാം ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ ആദ്യം തന്നെ ഒരു പേജ്, ഈ ഒരു പേജ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവുമല്ലോ. ഇതിനകത്ത് ഒരു ഇൻഡെക്സ് പോലെ കൊടുത്തേക്കാണ്. ഈ ഒരു ചാപ്റ്ററിനകത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യങ്ങളെ പറ്റി ഒരു ചെറിയൊരു ഇൻഡെക്സ് പോലെ കൊടുത്തേക്കാണ് കേട്ടോ. അപ്പൊ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് വായിക്കാം. ഓക്കെ, നമുക്ക് ഐഡിയ കിട്ടും എന്തൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ് ആദ്യം തന്നെ കേൾക്കാം. നമ്മൾ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റുകളെ പ്രധാനമായിട്ടും 3 ആയിട്ടാണ് ഡിവൈഡ് ചെയ്ത് പഠിക്കുന്നത് കേട്ടോ. 3 ആയിട്ട് ഡിവൈഡ് ചെയ്യണം. മെയിൻ ആയിട്ടുള്ള 3 ഡിവിഷൻസ് ആണ്. ഏതൊക്കെയാണെന്ന് അറിയാമോ? ഒന്ന് വരുന്നത് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് കേട്ടോ. അതാണ് അവിടെ 1 എന്ന് പറഞ്ഞിരിക്കുന്നത്, മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് കേട്ടോ. അതിൽ നമ്മൾ പഠിക്കുന്നത് ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ്. അതിന് നമ്മൾ 3 മെയിൻ ഡിവിഷൻസ് ആയിട്ടാണ് തിരിക്കുകയാണ്. ആദ്യത്തെ ഏതാണ്? മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് കേട്ടോ. ഒന്ന് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്. രണ്ടാമത്തെ ഏതാണെന്ന് അറിയാമോ? സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്. കണ്ടോ, രണ്ടാമത്തെ നോക്കിക്കേ, സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്. മൂന്നാമത്തെ എന്താണ്? അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് കേട്ടോ. അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്. ഇതാണ് മെയിൻ ആയിട്ടുള്ള ഡിവിഷൻസ്. ഇതൊക്കെയാണ് ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റിനെ നമ്മൾ 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാണ്. ഒന്ന് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്, എന്താണ്? സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്, മൂന്നാമത്തെ വിഭാഗമാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, ഇതാണ് മെയിൻ ഡിവിഷൻസ്. പഠിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഓരോ മെയിൻ ഡിവിഷനെ നമ്മൾ വീണ്ടും സബ് ഡിവൈഡ് ചെയ്യാൻ പോവാണ് കേട്ടോ. വീണ്ടും അതിനെ ഒന്നും കൂടെ നമ്മൾ ഡിവൈഡ് ചെയ്യാൻ, സബ് ഡിവൈഡ് ചെയ്യാൻ പോവാണ്. ആദ്യം പറഞ്ഞ മെയിൻ ഡിപ്പാർട്ട്മെന്റ് ഏതാ? മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് അല്ലെ. മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിന് നമ്മൾ വീണ്ടും എന്താണ്? 2 ആയിട്ട് സബ് ഡിവൈഡ് ചെയ്യാണ്. ഏതൊക്കെയാണത്? OPD. എന്താണ്? OPD. OPD എന്തായിരിക്കും? OPD എന്തായിരിക്കും? OP എന്താണ്? കറക്റ്റ്, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. കറക്റ്റ് ആണ് കേട്ടോ. അഞ്ചരി, തൻസിയ, അഫ്സലൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലെ. അറിയാത്തവരുണ്ടെങ്കിൽ ശ്രദ്ധിക്കാം കേട്ടോ. OPD, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് അല്ലെ. ഒന്ന്. രണ്ടാമത്തെ ഏതാണ്? IPD അല്ലെ. കറക്റ്റ് ആണ് കേട്ടോ. ഔട്ട് പേഷ്യന്റ്. തൻസിയ പറഞ്ഞ ഇൻ പേഷ്യന്റ് കറക്റ്റ് ആണ് കേട്ടോ. ശരണ്യ കറക്റ്റ് ആണ്. IPD അല്ലെ. അച്ചു ഓക്കെ. ഇൻപേഷ്യന്റ് അല്ലെ. ഇൻപേഷ്യന്റ് അഞ്ചരി കറക്റ്റ് ആണ് കേട്ടോ. ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് അല്ലെ. OPD, IPD. ഓക്കെ, അടുത്തത് കേട്ടോ. അപ്പൊ അത് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്, മെയിൻ ഡിപ്പാർട്ട്മെന്റിന് നമ്മൾ 2 ആയിട്ട് സബ് ഡിവൈഡ് ചെയ്തു. OPD എന്നും IPD കഴിഞ്ഞിട്ട് അവിടെ കിടക്കട്ടെ കേട്ടോ. അതിനകത്ത് ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് പഠിക്കുന്നുണ്ട്. രണ്ടാമത്തെ മെയിൻ ഡിവിഷൻ ഏതായിരുന്നു? സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് അല്ലെ. ഈ പറയുന്ന മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റുകൾക്ക് പിന്തുണകൾ കൊടുക്കുന്ന സപ്പോർട്ട് ചെയ്യുന്ന സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അതിന് മെയിൻ ആയിട്ട് 4 ആയിട്ടാണ് സബ് ഡിവൈഡ് ചെയ്ത് അവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. 4 സബ് ഡിവിഷൻസ് ആണ് പറഞ്ഞിരിക്കുന്നത് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിന് താഴെ. ഓക്കെ, ഫസ്റ്റ് വൺ ഏതാണ്? തെറാപ്യൂട്ടിക്. ഇതാണ് തെറാപ്യൂട്ടിക്. തെറാപ്യൂട്ടിക് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ ട്രീറ്റ്മെന്റുകളൊക്കെ കൊടുക്കുന്നത് അല്ലെ. തെറാപ്യൂട്ടിക് മീൻസ് ട്രീറ്റ്മെന്റ് കൊടുക്കുക. അതിനകത്ത് ഏതൊക്കെ വരും? ഫാർമസി വരും. ഫാർമസി വരില്ലേ? നമുക്ക് അസുഖത്തിന് മരുന്ന് വേണം ചികിത്സിക്കാനായിട്ട് അല്ലെ. ഫാർമസി. അതുപോലെ തന്നെ ഫിസിയോതെറാപ്പി അല്ലെ. ഫിസിയോതെറാപ്പി കാരണം നമുക്കറിയാം ഒരു മനുഷ്യന്റെ നോർമൽ ഫംഗ്ഷനിലേക്ക് നമ്മൾ തിരിച്ചു കൊണ്ടുവരുന്നത് പലപ്പോഴും ഫിസിയോതെറാപ്പിയിലൂടെ ആയിരിക്കും അല്ലെ. പ്രത്യേകിച്ച് ഓർത്തോപീഡിക് ആയിട്ടുള്ള എല്ല് സംബന്ധമായിട്ടൊക്കെ നമ്മുടെ ബുദ്ധിമുട്ടുകൾ, ഇഞ്ചുറി ഒക്കെ പറ്റിയിട്ടുള്ള ആളുകള് അവരുടെ നോർമൽ ജീവിതത്തിലോട്ട് നമ്മൾ തിരിച്ചു കൊണ്ടുവരുന്നത് ഫിസിയോതെറാപ്പിയിലൂടെ ആയിരിക്കും അല്ലെ. അതും ഒരു തെറാപ്യൂട്ടിക് ആണ് അല്ലെ. തെറാപ്യൂട്ടിക് ട്രീറ്റ്മെന്റ് ആണ്. സോ ഫിസിയോതെറാപ്പി. പിന്നെ എന്താണ് വരുന്നത്? ഡയറ്ററ്റിക്സ്. ഡയറ്ററ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡയറ്ററി ആണ് കേട്ടോ. ഭക്ഷണക്രമമാണ്. നമുക്കറിയാം അല്ലെ. നമ്മുടെ ആരോഗ്യം നിലനിർത്തുന്നതില് അത് തന്നെ ഭക്ഷണക്രമം. നമ്മുടെ ആരോഗ്യം നിലനിർത്തേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട റോൾ ആർക്കുണ്ട്? നമ്മുടെ കഴിക്കുന്ന ഫുഡിനുണ്ട് അല്ലെ. നമ്മുടെ ഭക്ഷണത്തിനുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് നമ്മുടെ ഹെൽത്ത് നശിപ്പിക്കുന്നതിലും നിലനിർത്തുന്നതിലും ഒരുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആളാണ് ഭക്ഷണം എന്ന് പറയുന്നത് അല്ലെ.
സോ അതും ഒരു തെറാപ്യൂട്ടിക്കിന്റെ ഭാഗമാണ് അല്ലെ. അപ്പൊ ഡയറ്ററ്റിക്സ് മനസ്സിലായല്ലോ. അപ്പൊ തെറാപ്യൂട്ടിക് ആയിട്ട് ഇതൊക്കെ വരും. ഫാർമസി വരുന്നുണ്ട്, ഫിസിയോതെറാപ്പി വരുന്നുണ്ട്, ഡയറ്ററ്റിക്സ് വരുന്നുണ്ട്. ഓക്കെ. ഇനി രണ്ടാമത്തെ സബ് ഡിവിഷൻ ജനറൽ എന്നും പറഞ്ഞാണ് അവര് പറയുന്നത്. ജനറൽ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരുപാട് സേവനങ്ങൾ വരുന്നുണ്ട്. ഏതൊക്കെയാണ്? CSFT. എന്താണ് CSFT? ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. കാവ്യ, സെൻട്രൽ സ്റ്റീറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. കാവ്യ കമന്റ് ചെയ്തിട്ടുണ്ട്, എല്ലാവരും എഴുതിക്കോട്ടോ. സെൻട്രൽ സ്റ്റീറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് കേട്ടോ. തരിശ്രീ പറയുന്നുണ്ട്, എഴുതി വെച്ചോട്ടോ. അറിയാത്തവർ എഴുതി വെച്ചോളൂ. സെൻട്രൽ സ്റ്റീറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. ഇത് നമ്മൾ ഇതിൽ പറയുന്ന പല ഡിപ്പാർട്ട്മെന്റുകളും നമ്മൾ സെപ്പറേറ്റ് ചാപ്റ്റർ ആയിട്ട് പഠിക്കുന്നുണ്ട് കേട്ടോ. സെൻട്രൽ സ്റ്റീറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഹോസ്പിറ്റലിന്റെ അന്തരീക്ഷം മൊത്തത്തില് അണുവിമുക്തമാക്കി സൂക്ഷിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ്. നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ കണ്ടിട്ടില്ലേ, അവിടെ ഇങ്ങനെ ഏത് സമയവും ഇങ്ങനെ തുടച്ചു വൃത്തിയാക്കിയും ഒക്കെ ആളുകളൊക്കെ നടക്കുന്നത് കണ്ടിട്ടില്ലേ? അവരൊക്കെ എന്താണ്? സെൻട്രൽ സ്റ്റീറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റിന്റെ ജീവനക്കാരായിരിക്കും അല്ലെ. കാര്യം ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ അത്രയും ക്ലീൻ ആയിട്ട് ഇരിക്കേണ്ട ഒരു സ്ഥലമാണ് അല്ല. അപ്പൊ എപ്പോഴും അവിടെ തുടയ്ക്കലും അടിക്കലും അങ്ങനെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ. അതാണ് കേട്ടോ. എപ്പോഴും അണുവിമുക്തമാക്കി സൂക്ഷിക്കുന്നതില് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ്. അതാണ് സെൻട്രൽ സ്റ്റീറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് കേട്ടോ. പിന്നെ ഹൗസ് കീപ്പിംഗ് വരുന്നുണ്ട്. ഓക്കെ. കിച്ചൺ, അതുപോലെ തന്നെ ലോണ്ടറി എന്ന് പറയുമ്പോൾ അറിയാലോ, വസ്ത്രങ്ങള്, തുണിത്തരങ്ങൾ അങ്ങനെയുള്ളത്. ഇപ്പൊ നമ്മുടെ അറിയാലോ, ഹോസ്പിറ്റലിൽ ഒരുപാട് ബെഡ്ഷീറ്റുകൾ, പില്ലോ കവറുകൾ, കർട്ടൻ എല്ലാം വരുന്നുണ്ട് അല്ലെ. അതിന്റെയൊക്കെ മാനേജ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ ലോണ്ടറി. പിന്നെ സെക്യൂരിറ്റി, പിന്നെ എന്താണ്? മെയിന്റനൻസ് അല്ലെ. മെയിന്റനൻസ്, പിന്നെ മോർച്ചറി. ഓക്കെ, മോർച്ചറി. ഇതൊക്കെ ജനറൽ വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. അതൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. അതിന്റെ ക്വസ്റ്റ്യൻസ് ഒന്നും വരില്ല, എന്നാലും ഒന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. CSST, ഹൗസ് കീപ്പിംഗ്, കിച്ചൺ, ലോണ്ടറി, സെക്യൂരിറ്റി, മെയിന്റനൻസ്, മോർച്ചറി, ഇതൊക്കെ ജനറൽ വിഭാഗത്തിലാണ് കേട്ടോ. സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിനകത്ത് വരുന്നതാണ്. അടുത്തത് മൂന്നാമത്തെ സബ് ഡിവിഷൻ എന്താണ്? ഡയഗ്നോസ്റ്റിക്സ്. ഡയഗ്നോസ്റ്റിക്സ് എന്ന് പറയുന്നത് എന്താണ്? രോഗനിർണയം നടത്തുകയാണ് അല്ലെ. രോഗനിർണയ വിഭാഗമാണ്. നമ്മൾ എങ്ങനെയൊക്കെയാണ് നമ്മുടെ രോഗങ്ങൾ നിർണ്ണയിക്കുന്നത്, ഡയഗ്നോസ് ചെയ്യുന്നത്? ലാബ് ടെസ്റ്റിലൂടെ അല്ലെ. ബ്ലഡ് ഒക്കെ ചെക്ക് ചെയ്ത് അല്ലെങ്കിൽ മറ്റുള്ള ക്ലിനിക്കൽ സ്പെസിമെൻസിന്റെ ടെസ്റ്റിലൂടെ നമ്മൾ രോഗനിർണയം നടത്തുന്നുണ്ട്. പിന്നെ റേഡിയോളജി നമ്മൾ എക്സ്റേ എടുത്ത് സ്കാൻ ചെയ്ത് MRI, CT അങ്ങനെയുള്ള സ്കാനിങ്ങിലൂടെയൊക്കെയാണ് പല രോഗങ്ങളും നമ്മൾ ഡയഗ്നൈസ് ചെയ്യുന്നത്. അപ്പൊ ഡയഗ്നോസ്റ്റിക്സ് വിഭാഗത്തിൽ ആരൊക്കെ വരും? ലബോറട്ടറി വരും. പിന്നെ എന്ത് വരും? റേഡിയോളജി വരും അല്ലെ. റേഡിയോളജി എന്ന് പറയുമ്പോൾ അറിയാലോ, റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് അല്ലെ. നമ്മുടെ എക്സ്റേ, സ്കാനിങ്ങുകൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ്. അതൊക്കെ ഓരോ ചാപ്റ്ററുകളായിട്ട് പഠിക്കാനുണ്ട്. ലബോറട്ടറി, അതുപോലെ തന്നെ റേഡിയോളജി. പിന്നെ നാലാമത്തെ സബ് ഡിവിഷൻ ഇൻഫർമേറ്റീവ് ആണ് അല്ലെ. ഇൻഫർമേറ്റീവ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരും അതിനകത്ത്? മെഡിക്കൽ റിസോഴ്സസ്, IT അല്ലെ. മെഡിക്കൽ റിസോഴ്സ് എന്ന് പറയുമ്പോൾ എന്ത് വേണമെങ്കിലും, ബുക്സുകളാവാം, ആർട്ടിക്കിൾസ് ആവാം, അവിടെയുള്ള സ്റ്റാഫുകളായിരിക്കാം, നമുക്ക് ഇൻഫർമേഷൻ തരുന്ന എന്തുമാകാം അല്ലെ. അപ്പൊ അതാണ് മെഡിക്കൽ റിസോഴ്സസ്. അതുപോലെ IT അല്ലെ, ഇൻഫർമേഷൻ ടെക്നോളജി. ഇന്നത്തെ കാലത്ത് ഏറ്റവും നമുക്ക് വിവരങ്ങൾ തരുന്ന ഒരു സംവിധാനമാണ് അല്ലെ IT എന്ന് പറയുന്നത്. അതിന്റെ ഇതൊക്കെ ഇൻഫർമേറ്റീവ്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന രണ്ടാമത്തെ മെയിൻ ഡിവിഷന് നമ്മൾ 4ആയിട്ട് സബ്ഡിവൈഡ് ചെയ്തു. തെറാപ്യൂട്ടിക് ഉണ്ട്, ജനറൽ ഉണ്ട്, ഡയഗ്നോസ്റ്റിക്സ് വിഭാഗമുണ്ട്, ഇൻഫർമേറ്റീവ് ഉണ്ട്. അതിൽ തെറാപ്യൂട്ടിക്കിൽ വരുന്നതാണ് ഫാർമസി, ഫിസിയോതെറാപ്പി, ഡയറ്ററ്റിക്സ് എങ്കിൽ ജനറൽ വിഭാഗത്തിൽ ഈ പറയുന്ന CSFT, ഹൗസ് കീപ്പിംഗ്, ലോണ്ടറി, സെക്യൂരിറ്റി, മെയിന്റനൻസ്, മോർച്ചറി അങ്ങനെയുള്ള വിഭാഗം വരുന്നു. ഡയഗ്നോസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ രോഗനിർണയമാണ്. അപ്പൊ എങ്ങനെയൊക്കെ രോഗനിർണയം നടത്തുന്നുണ്ട്? ലാബ് ടെസ്റ്റിലൂടെ, ഇമേജിംഗ് മെത്തേഡിലൂടെ, അപ്പൊ ലബോറട്ടറി, റേഡിയോളജിയില്. ഇൻഫർമേറ്റീവിലാകുമ്പോൾ മെഡിക്കൽ റിസോഴ്സസും IT. ഓക്കെ. അപ്പൊ രണ്ടാമത്തെ മെയിൻ ഡിവിഷൻ കഴിഞ്ഞു. ഇനി മൂന്നാമതൊരു മെയിൻ ഡിവിഷൻ ഉണ്ട്. അതേതാണ്? അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് അല്ലെ. അഡ്മിനിസ്ട്രേറ്റീവ്, ഭരണപരമായിട്ടുള്ള ഒരു ഹോസ്പിറ്റലിന്റെ ഭരണപരമായിട്ടുള്ള നമ്മളൊക്കെ പഠിക്കുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള ഭാഗങ്ങളാണ് അല്ലെ. അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് അല്ലെ. അതിനകത്ത് 3 സബ് ഡിവിഷൻ വരുന്നുണ്ട്. അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗമുണ്ട്, ഫിനാൻസ് വിഭാഗമുണ്ട്, ഹ്യൂമൻ റിസോഴ്സ് അല്ലെ, HR വിഭാഗം. HR എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റലിന് മാത്രമല്ല ഏതൊരു സ്ഥാപനത്തിലും ഉണ്ടായിരുന്നു അല്ലെ. ഓക്കെ. അപ്പൊ അഡ്മിനിസ്ട്രേറ്റീവിനകത്ത് എന്തൊക്കെ വരുന്നുണ്ട്? അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗം വരുന്നുണ്ട്, ഫിനാൻസ് സാമ്പത്തികമായിട്ടുള്ള കൈകാര്യം ചെയ്യുന്ന ഫിനാൻസ് വിഭാഗം വരുന്നുണ്ട്, ഹ്യൂമൻ റിസോഴ്സും വരുന്നുണ്ട് അല്ലെ, HR വിഭാഗവും വരുന്നുണ്ട്. ഇതാണ് ഒരു മൊത്തത്തിലൊരു ഐഡിയ നിങ്ങൾക്ക് തരാൻ വേണ്ടി മാത്രമാണ് അതിനകത്ത് പറഞ്ഞത്. ഓക്കെ. അപ്പൊ ഒരു മനസ്സിലായ ഒരു ഐഡിയ കിട്ടിയല്ലോ. ഇതാണ് നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് പഠിക്കാൻ പോകുന്നത് കേട്ടോ. ഓക്കെ. അപ്പൊ നമ്മുടെ മെയിൻ ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ് ഒന്നായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു.
മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്, സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്, അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്. ഈ 3 ഡിപ്പാർട്ട്മെന്റുകൾ ചേരുമ്പോഴാണ് ഒരു ഹോസ്പിറ്റൽ അവിടെ നല്ല രീതിയിൽ അവിടെ പ്രവർത്തിക്കുന്നത് അല്ലെ. മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിനെ തന്നെ നമ്മൾ രണ്ടായിട്ട് സബ് ഡിവൈഡ് ചെയ്തു, OPD എന്നും IPD എന്നും അല്ലെ. ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റും ഇൻ പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റും. സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിനെ 4ആയിട്ട് സബ് ഡിവൈഡ് ചെയ്തു, തെറാപ്യൂട്ടിക്, ജനറൽ, ഡയഗ്നോസ്റ്റിക്സ്, ഇൻഫർമേറ്റീവ്. ഓക്കെ. അഡ്മിനിസ്ട്രേറ്റീവ്, മൂന്നാമത്തെ മെയിൻ ഡിവിഷൻ അഡ്മിനിസ്ട്രേറ്റീവ് ആണ്. അതിന് 3 സബ് ഡിവിഷൻസ് ആണ്. അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗമുണ്ട്, ഫിനാൻസ് വിഭാഗമുണ്ട്, HR വിഭാഗമുണ്ട് അല്ലെ, ഹ്യൂമൻ റിസോഴ്സ് വിഭാഗവും ഉണ്ട്. ഓക്കെ, ഇതാണ് ഒരു ഇൻഡെക്സ് പോലെ നിങ്ങൾക്ക് തന്നിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് ഇതിന്റെ മെയിൻ ഭാഗങ്ങളിലേക്ക് കടക്കാം. ഓക്കെ ആണോ? ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണ്? സ്ക്രീൻ ഒന്ന് നോക്കുക കേട്ടോ. ഓക്കെ അല്ലേ? ശരി, കടക്കാം. അപ്പൊ നമുക്ക് മെയിൻ കാര്യങ്ങളിലോട്ട് കടക്കാം കേട്ടോ. അടുത്തത് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്. ഇനി നമ്മൾ ഇങ്ങനെ ഓരോരോ ഡിപ്പാർട്ട്മെന്റുകളെ നമ്മൾ ഇങ്ങനെ പഠിക്കാൻ പോവാണ് കേട്ടോ. ആദ്യം നമ്മൾ പറഞ്ഞ ഡിപ്പാർട്ട്മെന്റ് ഏതാണ്? മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആണ്. അതിനെ പറ്റിയാണ് പഠിക്കുന്നത് കേട്ടോ. മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ എത്രയായിട്ട് സബ് ഡിവൈഡ് ചെയ്ത്? OPD എന്നും IPD എന്നുമാണ് സബ് ഡിവൈഡ് ചെയ്ത് അല്ലെ. ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റും ഇൻ പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റും. ഓക്കെ, അപ്പൊ നോക്കിക്കേ, മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിനെ രണ്ടായിട്ട് അതിന് ഡിവൈഡ് ചെയ്തിട്ട് ടാബുലർ കോളം കാണുന്നുണ്ട് സ്ക്രീനില്, കാണുന്നില്ലേ? മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് കേട്ടോ. നോക്കി, ഇൻ പേഷ്യന്റ് സർവീസസും ഔട്ട് പേഷ്യന്റ് സർവീസസ്, അതാണ് നമ്മൾ IPD എന്നും OPD എന്നും പറഞ്ഞത് അല്ലെ. IPD എന്താണ്? ഇൻ പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. ഇൻ പേഷ്യന്റ് എന്ന് വെച്ചാൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്ന പേഷ്യൻസ് ആണ് അല്ലെ. അവരെന്താണ്? ശരിക്കും ഇൻ പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ അതൊരു ഹോസ്പിറ്റൽ യൂണിറ്റ് ആണ് അല്ലെ. 24 അവറും എന്താണ്? പേഷ്യൻസിന് പരിചരണം കൊടുക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. പ്രത്യേകിച്ച് ഈ പറയുന്ന എന്താ പറയാ, ഒബ്സർവേഷനും റിക്കവറിയും അങ്ങനെ ഒരു മെഡിക്കൽ ട്രീറ്റ്മെന്റ് ഒക്കെ ആവശ്യമായിട്ടുള്ള രോഗികളെ അഡ്മിറ്റ് ചെയ്ത് അവർക്ക് 24 മണിക്കൂറും സേവനം കൊടുക്കുന്ന ഒരു ഹോസ്പിറ്റൽ യൂണിറ്റ് ആണ് ഇൻ പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. ഔട്ട് പേഷ്യന്റ് അങ്ങനെയാണോ? അഡ്മിഷന് വേണ്ടി വരുന്നതാണോ? അല്ല. സാധാരണ നമ്മൾ അപ്പോയിന്റ്മെന്റ് എടുത്ത് വരുന്നു, ഡോക്ടറെ കാണുന്നു, മരുന്ന് മേടിച്ച് നമ്മൾ തിരിച്ചു പോകും. അതാണ് ഔട്ട് പേഷ്യന്റ് അല്ലെ. ഓക്കെ, അതാ നോക്കി, ഇൻ പേഷ്യന്റ് സർവീസസുകൾ എന്തൊക്കെയാന്ന് നോക്കി ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഏതൊക്കെയാണ് ഇൻ പേഷ്യന്റ് സർവീസ് എന്ന് വെച്ചാൽ അവിടെ അഡ്മിറ്റ് ആവുന്ന പേഷ്യൻസിന് കൊടുക്കുന്ന സേവനങ്ങൾ എന്തൊക്കെയാണ്? എന്തൊക്കെ സേവനങ്ങളാണ്? പേഷ്യന്റ് റൂംസ് അല്ലെ. റൂംസ് അവിടെ അഡ്മിറ്റ് ആവുന്ന പേഷ്യൻസിന് കൊടുക്കുന്ന ഒരു സർവീസ് ആണ് അല്ലെ. പേഷ്യന്റ് റൂംസ് ഉണ്ട്, പേഷ്യന്റ് വാർഡ്സ് ഉണ്ട്. ചിലവർ റൂം ആയിരിക്കും ഓപ്റ്റ് ചെയ്യുന്നത്, ചിലവർക്ക് കുറച്ചും കൂടെ പ്രൈവസിക്ക് വേണ്ട ഒരു കൂടുതൽ റൂമുകളായിരിക്കും ഓപ്റ്റ് ചെയ്യുക, മറ്റു ചിലര് വാർഡുകളായിരിക്കും അല്ലെ. പേഷ്യന്റ് വാർഡ്സ്, അതുപോലെ തന്നെ ICU അല്ലെ, ഇന്റൻസീവ് കെയർ യൂണിറ്റ്, ICU തീവ്രപരിചരണ വിഭാഗം, അതുപോലെ തന്നെ ഓപ്പറേഷൻ തിയേറ്റർ അല്ലെ, ഓപ്പറേഷൻ തിയേറ്ററുകള്, ലേബർ റൂംസ് അല്ലെ, ലേബർ റൂംസ്, മെറ്റേണിറ്റി വാർഡ്സ് അല്ലെ, പ്രസവ മുറികൾ, പ്രത്യേകിച്ച് അമ്മയും പ്രസവമൊക്കെ കഴിഞ്ഞ് അമ്മയ്ക്കും കുഞ്ഞിനും ഒരുപോലെ പരിചരണങ്ങളൊക്കെ കൊടുക്കാനായിട്ട് മെറ്റേണിറ്റി വാർഡ്. ഇതെല്ലാം എന്താണ്? ഇൻപേഷ്യന്റ് സർവീസസ് ആണ് അല്ലെ. അതായത് അവിടെ അഡ്മിറ്റ് ആവുന്ന പേഷ്യൻസിന് പ്രത്യേകമായിട്ട് കൊടുക്കുന്ന സേവനങ്ങളാണ്. ഏതൊക്കെയാണ്? പേഷ്യന്റ് റൂംസ്, പേഷ്യന്റ് വാർഡ്സ്, ICU ഇന്റൻസീവ് കെയർ യൂണിറ്റ്, ഓപ്പറേഷൻ തിയേറ്ററുകൾ, ലേബർ റൂംസ്, മെറ്റേണിറ്റി വാർഡുകൾ, ഇതൊക്കെ ഇൻപേഷ്യന്റ് സർവീസിനകത്ത് വരുന്നതാണ്. അപ്പൊ നിങ്ങളോട് എങ്ങനെ ക്വസ്റ്റ്യൻ വരികയെന്നറിയോ? താഴെ തന്നിരിക്കുന്നതില് ഇൻപേഷ്യന്റ് സർവീസിൽ ഉൾപ്പെടുന്നത് ഏതാണ്? അപ്പൊ കുറച്ച് ഇതിൽ തരും, കുറച്ച് ഔട്ട് പേഷ്യന്റിന്റെ അടുത്ത് തരും. അപ്പൊ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യണം. അഡ്മിറ്റ് ആയി അവിടെ കിടക്കുന്ന പേഷ്യൻസിന് പ്രത്യേകം കൊടുക്കുന്ന സേവനങ്ങളാണ് പേഷ്യന്റ് റൂം, വാർഡ്, ICU, ഓപ്പറേഷൻ തിയേറ്റർ, ലേബർ റൂംസ്, അതുപോലെ മെറ്റേണിറ്റി വാർഡ്സ്. ഓക്കെ, അടുത്തതാണ് ഔട്ട് പേഷ്യന്റ് സർവീസ്. ഇതാണ് നമുക്ക് ഒത്തിരിയേറെ പഠിക്കാനുള്ളത് കേട്ടോ. ഔട്ട് പേഷ്യൻസിന് കൊടുക്കുന്ന സേവനങ്ങൾ എന്തൊക്കെയാണ്? ഓരോരോ ഡിപ്പാർട്ട്മെന്റ് വൈസ് ആയിട്ടുള്ള സേവനങ്ങൾ കൊടുക്കും അല്ലെ. ഏതൊക്കെ വരുന്നുണ്ട്? കാഷ്വാലിറ്റി അല്ലെ. കാഷ്വാലിറ്റി എന്താണ്? അത്യാഹിത വിഭാഗമാണ് അല്ലെ. നമ്മൾ ആദ്യം തന്നെ ഹോസ്പിറ്റലിൽ എന്തെങ്കിലും എമർജൻസി ആയിട്ട് നമ്മൾ കൊണ്ടുപോകുന്നത് എവിടേക്കായിരിക്കും? കാഷ്വാലിറ്റിയിലേക്കായിരിക്കും. അത്യാഹിത വിഭാഗം അഥവാ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലുണ്ടാവും അല്ലെ. പിന്നെ കാർഡിയോളജി അല്ലെ. കാർഡിയോളജി എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ് കാർഡിയോളജി? ഹാർട്ട്. ഓക്കെ, വെരി ഗുഡ്, കറക്റ്റ് ആണ് കേട്ടോ. ഹാർട്ടായിട്ട് ബന്ധപ്പെട്ടത്. അതെ, എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലെ. കാർഡിയോളജി ഹാർട്ടുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ. ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. ബിലി, നസീമ, നൗഷില കറക്റ്റ് ആണ് കേട്ടോ. ഓക്കെ, അടുത്തത് ഡെർമറ്റോളജി. പറഞ്ഞോളൂ, ഡെർമറ്റോളജി ഏത് വിഭാഗം? സ്കിൻ ആണ്. ഓക്കെ, ജൂഡി, ശ്രുതി, അഫ്ലാച്ചു കറക്റ്റ് ആണ് കേട്ടോ. ഹീര, ജോസ്മി, പിനി, നെൽസി, ഷർമിത,
ഓക്കെ കറക്റ്റ് ആണ്. സ്കിൻ ആണ് അല്ലെ, സ്കിന്നുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അടുത്തത് ഇയർ, നോസ് ആൻഡ് ത്രോട്ട്. നമ്മൾ മിക്കപ്പോഴും കാണുന്നതാണ് അല്ലെ, ENT അല്ലെ. ഇയർ, നോസ് ആൻഡ് ത്രോട്ട് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു വിഭാഗമാണ് ENT. ജെറിയാട്രിക്സ്. എന്താണ് ജെറിയാട്രിക്സ്? എന്തായിരിക്കും ജെറിയാട്രിക്സ്? ഓക്കെ കറക്റ്റ് ആണ് കേട്ടോ. പ്രായമായവരുടെ അല്ലെ, അതെ ഓൾഡ് പീപ്പിൾ, വാർദ്ധക്യരോഗി. കറക്റ്റ് ആണ് കേട്ടോ. എല്ലാവരും അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഓക്കെ, ഇതൊക്കെ നമ്മൾ പുതിയതായിട്ട് പഠിക്കുന്ന കാര്യങ്ങൾ. അറിയുന്നവർ ഒരുപാട് പേരുണ്ടാവും, അറിയാത്തവർ അതൊന്നും വിചാരിക്കേണ്ട, എഴുതി വെക്കാം കേട്ടോ. ജെറിയാട്രിക് അല്ലെ, വാർദ്ധക്യം സഹജമായിട്ട് പ്രായമായിട്ടുള്ള ആളുകൾക്ക് വരുന്ന അസുഖങ്ങളെയൊക്കെ ചികിത്സിക്കുന്ന ഒരു വിഭാഗമാണ് അല്ലെ. അടുത്തത് ഗാസ്ട്രോ എന്ററോളജി. ഇതാണ് ഗാസ്ട്രോ എന്ററോളജി. എന്തായിരിക്കും? സ്റ്റൊമക്ക്. ഓക്കെ, വെരി ഗുഡ്. താങ്ക്സ് ജൂലി, രമേഷ്. ഗ്യാസ് പ്രോബ്ലം ആവശ്യമില്ല, വയറിന്റെ. ഓക്കെ, ജോസ്മിൻ ഗ്യാസ്, വിനിയനസ് ഗ്യാസ് അല്ലെ, ഗ്യാസ്. അതുപോലെ തന്നെ എന്ററോ. എന്ററോ എന്ന് കേൾക്കുമ്പോൾ തന്നെ, എന്ററോ എന്ന് മെഡിക്കൽ ടേം കേൾക്കുമ്പോൾ കുടൽ സംബന്ധമായിട്ടാണ് കേട്ടോ. വയറ് സംബന്ധമായിട്ട്, പ്രത്യേകിച്ച് കുടൽ സംബന്ധമായിട്ടൊക്കെ വരുന്ന കേസുകളാണ്. അപ്പൊ പേരിൽ നിന്ന് കിട്ടും അല്ലെ, ഗാസ്ട്രോ എന്ററോളജി. സ്റ്റൊമക്ക്, നമ്മുടെ ആമാശയം, നമ്മുടെ വയറ്, അതുമായിട്ടൊക്കെ ബന്ധപ്പെടുന്ന പ്രശ്നങ്ങളെയൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു വിഭാഗമാണ്. അടുത്തത് ജനറൽ സർജറി. ഇത് തന്നെ അറിയാലോ, ജനറൽ സർജറി. പിന്നെ ഹെമറ്റോളജി. എന്താണ് ഹെമറ്റോളജി? ബ്ലഡ്. വെരി ഗുഡ്, കറക്റ്റ് ആണ് കേട്ടോ. അച്ചു, ശ്രുതി, തൻസിയ, നോഷില, സനു, രമേശ. ബ്ലഡ് കറക്റ്റ് ആണ് കേട്ടോ. അറിയാത്തവരെ എഴുതി വെച്ചോളൂ കേട്ടോ. ഓക്കെ, ഹെമറ്റോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റഡി ഓഫ് ബ്ലഡ് ആണ് അല്ലെ. നമ്മുടെ ബ്ലഡിനെ കുറിച്ചും ബ്ലഡിന്റെ ഡിസോർഡറിനെ പറ്റിയൊക്കെ ചികിത്സിക്കുകയും അങ്ങനെയുള്ള രോഗനിർണയങ്ങളൊക്കെ നടത്തുന്ന ഒരു വിഭാഗമാണ് കേട്ടോ. ഹെമറ്റോളജി എന്നാണ് പറയുക. അടുത്തതാണ് ഒബ്സ്ട്രക്റ്റിസ്. എന്താണ് ഒബ്സ്ട്രക്റ്റിസ്? പലപ്പോഴും നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ കാണുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ. എന്താണ് ഒബ്സ്ട്രക്റ്റിസ് എന്ന് പറയുമ്പോൾ? ഒബ്സ്ട്രക്റ്റിസ് എന്താണ്? ഗൈനക്കോളജി. ഓക്കെ, അഫ്ല പറയുന്നു ഗൈനക്കോളജി. ഗൈനക്കോളജി എന്ന് പറയാൻ പറ്റില്ല, ആണ് ഗൈനക്കോളജിക്ക് തന്നെ ഒരു സബ് സ്പെഷ്യാലിറ്റി ആയിട്ട് വരും കേട്ടോ, ഒബ്സ്ട്രക്റ്റിസ് എന്ന് പറയുമ്പോൾ. എന്ന് പറഞ്ഞാല് ഗൈനക്കോളജി കൂടുതലും റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനാണ് പരിഗണന കൊടുക്കണമെങ്കിൽ, ഒബ്സ്ട്രക്റ്റിസ് എന്ന് പറയുമ്പോൾ പ്രഗ്നൻസി, അതെ അതെ. പിന്നെ ഇത് റിലേറ്റഡ് ആണ് കേട്ടോ, അതിന്റെ സബ് സ്പെഷ്യാലിറ്റി ആയിട്ട് വരും ഒബ്സ്ട്രക്റ്റിസ് കേട്ടോ. ഗൈനക്കോളജിയുടെ തന്നെ സബ് സ്പെഷ്യാലിറ്റി ആയിട്ട് വരുന്ന ഒരു വിഭാഗമാണ് ഒബ്സ്ട്രക്റ്റിസ്. പ്രത്യേകിച്ച് പ്രഗ്നൻസിയും അതുപോലെ തന്നെ ഡെലിവറിയും ചൈൽഡ് ബർത്തും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും. അതായത് ഒരു അമ്മ ഒരു കുഞ്ഞായതിനു ശേഷം ആ കുഞ്ഞിനും അമ്മയ്ക്കും ഒരുപോലെ പരിചരണം കൊടുക്കുന്ന ഒരു വിഭാഗമാണ് കേട്ടോ. പ്രഗ്നൻസി സമയത്താണെങ്കിലും ഡെലിവറി സമയത്താണെങ്കിലും പിന്നെ ആഫ്റ്റർ ഡെലിവറി അല്ലെ, അതായത് കുഞ്ഞ് ജനിച്ച് ചൈൽഡ് ബർത്ത്, ആ ഒരു പോസ്റ്റ് പാർട്ടം പീരീഡ് അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ ആ ഒരു കുഞ്ഞിനും അമ്മയ്ക്കും ഒരുപോലെ പരിചരണം കൊടുക്കുന്ന ഒരു വിഭാഗമാണ്. സംഭവം ഗൈനക്കോളജിയുടെ തന്നെ ഒരു സബ് സ്പെഷ്യാലിറ്റി ആയിട്ട് വരും കേട്ടോ. ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. അതാണ് ഒബ്സ്ട്രക്റ്റിസ് എന്ന് പറയുന്നത്. പീഡിയാട്രിക്സ് അറിയാം അല്ലെ, എല്ലാവർക്കും അറിയാവുന്ന പീഡിയാട്രിക്സ്. കുട്ടികളെ അല്ലെ, കുട്ടികളെ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ കൈകാര്യം ചെയ്യുന്ന വിഭാഗമാണ്. പിന്നെന്താണ്? ന്യൂറോളജി. ന്യൂറോളജി എന്തായിരിക്കും? ന്യൂറോൺസ് അല്ലെ, നാഡീ സംബന്ധമായിട്ടുള്ള നമ്മുടെ നെർവസ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്കൊക്കെ പരിഹരിക്കുന്ന അത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു വിഭാഗമാണ്. പിന്നെ വരുന്നത് ഓങ്കോളജി അല്ലെ. ഓങ്കോളജി ഏത് വിഭാഗമാണ്? ക്യാൻസർ അല്ലെ, ക്യാൻസർ ആണ് അല്ലെ. ക്യാൻസർ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്ന വിഭാഗം, അതാണ് ഓങ്കോളജി. ഓക്കെ, കുറെ പേർക്കൊക്കെ അറിയാം അല്ലെ ഓങ്കോളജി, നമുക്ക് അറിയാവുന്നതാണ്. ഒഫ്താൽമോളജി എന്തായിരിക്കും? ഒഫ്താൽമോളജി ഐസ് അല്ലെ. എല്ലാവരും പലപ്പോഴൊക്കെ കണ്ട ഡോക്ടർക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് കാണാൻ പോയ ആളുകളായിരിക്കും, അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അല്ലെ. ഒഫ്താൽമോളജിസ്റ്റ്. ഒഫ്താൽമോളജി എന്താണ്? കണ്ണ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്ന വിഭാഗമാണ്. ഇതൊക്കെയാണ് ഔട്ട് പേഷ്യന്റ് സർവീസ്. ഇത് മാത്രമാണോ? അല്ല, ഇനിയുണ്ട് ഒരുപാട്. നെഫ്രോളജി ഉണ്ട് അല്ലേ, കേട്ടിട്ടില്ലേ? എന്തായിരിക്കും നെഫ്രോളജി? എന്തായിരിക്കും നെഫ്രോളജി? നെഫ്രോളജി എന്തായിരിക്കും? കിഡ്നി. ഓക്കെ, വെരി ഗുഡ്, കിഡ്നി ആണ് അല്ലെ, അതെ നെഫ്രോളജി. പൾമണോളജി കേട്ടിട്ടില്ലേ? പൾമണോളജി എന്തുമായിട്ട് ബന്ധപ്പെട്ടതാ? പൾമണോളജി, പൾമണോളജി വിഭാഗം എന്തുമായിട്ട് ബന്ധപ്പെട്ടതാ? ബ്രീത്ത്, നമ്മുടെ ലങ്സ് അല്ലെ, ശ്വാസകോശം അല്ലെ, ശ്വാസകോശവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം. നമുക്കിപ്പോ ആസ്മാറ്റിക് പ്രോബ്ലം അല്ലെങ്കിൽ ബ്രീത്തിങ് ഡിഫിക്കൽട്ട് ഒക്കെ വന്നാൽ നമ്മൾ ആരെ കാണുന്നത്? പൾമണോളജിസ്റ്റിനെ ആയിരിക്കും കാണുന്നത് അല്ലെ, പൾമണോളജി. പിന്നെ കുറെ വിഭാഗങ്ങളുണ്ട് ഇതുപോലെ. ഗൈനക്കോളജി, ഗൈനക്കോളജി ഇതിൽ പറഞ്ഞിട്ടില്ല, പക്ഷെ പഠിക്കാനുണ്ട് കേട്ടോ നമുക്ക്.
ഗൈനക്കോളജി, നെഫ്രോളജി, പൾമണോളജി, ഇതൊക്കെ എന്താണ് ഓരോരോ ഔട്ട് പേഷ്യന്റ് ക്ലിനിക്കുകളാണ് അല്ലെ. ഔട്ട് പേഷ്യന്റ് അത് തന്നെ ഓർത്തോ, വെരി ഗുഡ്, കറക്റ്റ് ആണ്. ഓർത്തോ അല്ലെ, ഓർത്തോ വിഭാഗം, ഓർത്തോ വിഭാഗം നമ്മുടെ എല്ല് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ അല്ലെ. അപ്പൊ ധാരാളം ഉണ്ട് കേട്ടോ. വിവിധ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പോയാൽ ഈ പറയുന്ന എല്ലാ സേവനങ്ങളും അവിടെ ഉണ്ടായിരിക്കും. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഔട്ട് പേഷ്യന്റ് സർവീസ്. മനസ്സിലായല്ലോ. അപ്പൊ നമ്മള് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിലെ പീഡിയാട്രി, ഓക്കെ, പീഡിയാട്രി നമ്മൾ ഇവിടെ പറഞ്ഞു കേട്ടോ. പീഡിയാട്രിക്സ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ പറയാത്തതും ഉണ്ട് കേട്ടോ, നമുക്ക് ഇതിനകത്ത് പഠിക്കാനുണ്ട്. ഇത്രയാണ് വരുന്നത് കേട്ടോ. അപ്പൊ ഇൻപേഷ്യന്റ് സർവീസസ് എന്താണ്, ഔട്ട് പേഷ്യന്റ് സർവീസ് എന്താണെന്നുള്ളത് കുറച്ച് എക്സാമ്പിളുകളാണ് നമ്മൾ കണ്ടത്. ഓക്കെ, ഇനി നമുക്ക് അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യത്തിലേക്ക് പോകാം കേട്ടോ. നോക്കിക്കേ, മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഫസ്റ്റ് പറയുന്നത് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് അഥവാ OPD അല്ലെ. OPD കേട്ടോ. എന്താണ് OPD? ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് അല്ലെ. എന്തായിരിക്കും ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്? അവിടെ എങ്ങനെയാണ് നമ്മൾ സാധാരണ ഡോക്ടറെ അടുത്ത് പോകുന്ന കാര്യം ആലോചിച്ചാൽ മതി അല്ലെ. നമ്മൾ എന്ത് ചെയ്യും, അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് ഡോക്ടറെ പോകുന്നു, കാണുന്നു, കൺസൾട്ട് ചെയ്യുന്നു, മരുന്ന് വാങ്ങിച്ച് നമ്മൾ തിരിച്ചു വീട്ടിട്ട് പോകുന്നു. ഡോക്ടർ ചിലപ്പോൾ എന്ത് പറയും നമ്മളോട്, 2 or 3 ദിവസം കഴിഞ്ഞിട്ട് ഒരു ഫോളോ അപ്പിനൊക്കെ വേണ്ടിയിട്ട് വരാൻ പറയും. പൊതുവെ അങ്ങനെയല്ലേ ചെയ്യാം. ചിലപ്പോൾ ഒരാഴ്ചത്തേക്ക് 2 ആഴ്ചത്തേക്ക് മരുന്ന് എഴുതി തരും, നമ്മളോട് കഴിച്ചിട്ട് നോക്കാൻ പറയും. അത് കഴിഞ്ഞ് നമ്മളോടൊരു 1-2 ആഴ്ചയ്ക്ക് കഴിഞ്ഞ് നമ്മളോട് വന്ന് കാണാനായിട്ട് പറയും അല്ലെ. അത്രയല്ലേ ഉള്ളൂ OPD-യില്. അത് തന്നെയാണ് കേട്ടോ. എന്താണ് ബാക്കി ഓക്കെ പീഡിയാട്രിന്റെ എടുത്തിട്ടുണ്ട്. ഓക്കെ, നോക്കാം കേട്ടോ. ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ജസ്റ്റ് ഒന്ന് വായിക്കാം നമുക്ക്. ഇൻ ദിസ് department, people come to the hospital only for a consultation and not admission. അല്ലെ, ഒന്ന് നോട്ട് ചെയ്തിട്ട് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇതിലൊന്നും പ്രത്യേകിച്ചൊന്നുമില്ല, നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. In this department, people come to the hospital only for a consultation and not admission. അഡ്മിഷന് വേണ്ടി വരുന്നതാണോ? അല്ല, ജസ്റ്റ് ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് വരുന്നത് അല്ലെ. The patient seek for medical advice from a medication for them to take for a certain period of time അല്ലെ. ഒരു പ്രത്യേക കാലയളവിലേക്ക്, ഒരു നിശ്ചിത കാലയളവിലേക്ക് വേണ്ടി മാത്രമാണ് അവിടെ രോഗികൾ ഡോക്ടറെ വന്ന് കൺസൾട്ട് ചെയ്ത് പോകുന്നത് അല്ലെ. ഓക്കെ, അവിടെ അഡ്മിറ്റ് ആവുന്നില്ല, അത്രയേ ഉള്ളൂ. Patients are then asked to come back for a follow up അല്ലെ. പിന്നീട് പേഷ്യൻസ് എന്ത് ചെയ്യാണ്, പേഷ്യൻസിനുണ്ട് ഡോക്ടർ എന്ത് പറയും, ഒരു ഫോളോ അപ്പിന് വേണ്ടിയിട്ട് വരാനായിട്ട് ആവശ്യപ്പെടും. ഓക്കെ, പേഷ്യൻസ് ട്രീറ്റ്മെന്റ് വിത്തിൻ ദ ബൗണ്ടറീസ് ഓഫ് ദ ഹോസ്പിറ്റൽ ലാസ്റ്റ് ഓൺലി എ ഡേ. അവിടെ ആ ഒരു ആശുപത്രി പരിധിക്കുള്ളില് രോഗി എത്ര ദിവസം, എത്ര സമയം അവിടെ സ്പെൻഡ് ചെയ്യുന്നുണ്ട്? ഓൺലി എ ഡേ, ഒരു ദിവസം. ഒരു ദിവസത്തിൽ ഒരു നിശ്ചിത സമയം മാത്രമേ അവിടെ പേഷ്യൻസ് അവിടെ എന്ത് ചെയ്യുന്നുള്ളൂ, സ്പെൻഡ് ചെയ്യുന്നുള്ളൂ അല്ലെ. പേഷ്യന്റ് അങ്ങനെയാണ്. ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് റൺസ് ഫോർ സ്പെസിഫിക് ടൈം ഡ്യൂറിംഗ് ദ ഡേ. ഇനി ചോദിക്കട്ടെ, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ അത് 24 hours സേവനം കൊടുക്കുന്നതാണോ? അല്ല, ആ ഡോക്ടർ ഉള്ള സമയത്ത് മാത്രമേ നമ്മൾ അവിടെ പോയി കാണാനായിട്ട് പറ്റുള്ളൂ അല്ലെ. അതുകൊണ്ട് തന്നെ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് റൺസ് പോലെ സ്പെസിഫിക് ടൈം ഡ്യൂറിംഗ് ദ ഡേ. ഒരു ദിവസത്തിൽ ഒരു കുറച്ച് സമയം, സ്പെസിഫിക് ടൈം മാത്രമേ ഔട്ട് പേഷ്യന്റ് അവിടെ പ്രവർത്തിക്കുന്നുള്ളൂ അല്ലെ. അങ്ങനെയല്ലേ നമ്മൾ ചെയ്യാം. രാവിലെ അപ്പോയിന്റ്മെന്റ് എടുത്ത് നമുക്ക് കാണുന്ന ഡോക്ടർക്ക് നമ്മൾ പോകുന്നു, ചിലപ്പോൾ ഉച്ച വരെയൊക്കെ ഉണ്ടാവുള്ളൂ അല്ലെ. ആ ഒരു സമയം വരെ മാത്രമേ അവിടെ കൺസൾട്ടിങ് ഉണ്ടായിരിക്കുള്ളൂ, അല്ലാതെ 24 hours ഉണ്ടാവും അവിടെ ഇല്ല അല്ലെ. ഓക്കെ, പിന്നെന്താണ്, കൺസൾട്ടേഷൻ ഡോക്ടേഴ്സ് ആർ യൂഷ്വലി അപ്പോയിന്റഡ് ടു ഹാൻഡിൽ OPD അല്ലെ. അതിനായിട്ട് അസൈൻ ചെയ്തിട്ടുള്ള ഡോക്ടേഴ്സ് ഉണ്ട്. ഈ പറയുന്ന OPD ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽ ചെയ്യാനായിട്ട്, അവിടെ വർക്ക് ചെയ്യാനായിട്ട് അസൈൻ ചെയ്തിട്ടുള്ള ഡോക്ടേഴ്സ് ഉണ്ട്, കൺസൾട്ടേഷൻ ഡോക്ടർമാരുണ്ട്. അവരെയാണ് സാധാരണ OPD ഹാൻഡിൽ ചെയ്യാനായിട്ട് അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്. അവരാണ് അവിടെ ഹാൻഡിൽ ചെയ്യുന്നത്. ഓക്കെ, ഇതില് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, നമുക്കറിയാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ രോഗികൾ കൺസൾട്ടേഷന് വേണ്ടി മാത്രമാണ് വരുന്നത്. ഒരിക്കലും എന്തിനു വേണ്ടിയിട്ടല്ല, അഡ്മിഷന് വേണ്ടിയിട്ടല്ല അല്ല. അപ്പൊ ഡോക്ടറെ കാണുന്നു, ഡോക്ടർ നമുക്ക് മരുന്ന് തരുന്നു, ഫോളോ അപ്പിന് വേണ്ടിയിട്ട് നമ്മളോട് വരാനായിട്ട് ആവശ്യപ്പെടുന്നു. ഓക്കെ, കൺസൾട്ടേഷൻ ഡോക്ടർമാരുണ്ട്, പ്രത്യേകിച്ച് OPD-യിൽ വർക്ക് ചെയ്യാനായിട്ട് അസൈൻ ചെയ്തിട്ടുള്ള ഡോക്ടർമാരുണ്ട്. അവരാണത് ഹാൻഡിൽ ചെയ്യുന്നത് കേട്ടോ. അത്രയും അതിനകത്ത് മനസ്സിലാക്കാനുള്ള കാര്യങ്ങൾ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് OPD. ഓക്കെ ആണോ? അറിയാവുന്ന കാര്യങ്ങളാണ് കേട്ടോ, പുതിയതായിട്ടൊന്നുമില്ല. അടുത്തതിലേക്ക് പോവാം കേട്ടോ. കാഷ്വാലിറ്റി അഥവാ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് അല്ലെ. നമുക്കറിയാം, നമുക്ക് എന്ത് എമർജൻസി വന്നാലും, പെട്ടെന്നൊരു നെഞ്ചുവേദന വന്നു, അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് വന്നു,
ആദ്യം ഹോസ്പിറ്റലിലോട്ട് എവിടേക്ക് കൊണ്ടുപോവുക? കാഷ്വാലിറ്റിയിലോട്ടാണ് കൊണ്ടുപോവുക അല്ലെ. അത്യാഹിത വിഭാഗം എഴുതി വെച്ചിട്ടുണ്ടാവും, അങ്ങോട്ടേക്കായിരിക്കും കൊണ്ടുപോവുക. അവിടെ കൊണ്ടുപോയിട്ട് നമുക്ക് അത്യാവശ്യം വേണ്ട പ്രാഥമിക ആ ഒരു ട്രീറ്റ്മെന്റ് ഒക്കെ തന്ന് നമ്മുടെ കണ്ടീഷൻ ഒക്കെ സ്റ്റേബിൾ ആയതിനു ശേഷമാണ് അവരെന്ത് ചെയ്യുക? മെയിൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് നമ്മൾ റെഫർ ചെയ്ത് വിടുന്നത് അല്ലെ. ഇപ്പൊ കാർഡിയക് നെഞ്ചുവേദനയായിട്ട് നമ്മൾ ചെന്നതിനുടനെ നമ്മൾ പോകുന്ന കാഷ്വാലിറ്റിയിലേക്കായിരിക്കും അല്ലെ. എമർജൻസി ആണ്. അവിടെ ചെല്ലുമ്പോൾ അത്യാവശ്യം ട്രീറ്റ്മെന്റ് നമ്മൾ സ്റ്റേബിൾ ആക്കിയതിനു ശേഷം അവർ ചിലപ്പോൾ നമ്മുടെ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിലോട്ട് സജസ്റ്റ് ചെയ്യും അല്ലെ. അതുപോലെ എമർജൻസി ആക്സിഡന്റ് കേസുകളൊക്കെ കൊണ്ടുവരുന്നത് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക്. അറിയാലോ നിങ്ങൾക്ക്, അത് തന്നെ അവിടെ പറയുന്നത് കേട്ടോ. കാഷ്വാലിറ്റി അഥവാ എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. നോക്കാം. ദ ഡിപ്പാർട്ട്മെന്റ് ആൾസോ നോസ് ദ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. എന്താണ് കാഷ്വാലിറ്റിനെ പറയുന്ന മറ്റൊരു പേര് തന്നെയാണ് ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ. ഹാൻഡിൽസ് ദ പ്രോബ്ലം ഓഫ് പേഷ്യൻസ് who have brought by an ambulance in an emergency situation. ഒന്നുമില്ല, എമർജൻസി സിറ്റുവേഷനിൽ കൊണ്ടുവരുന്ന ആളുകളെ ഡീൽ ചെയ്യുന്ന അല്ലെങ്കിൽ അവരെ കൈകാര്യം ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ കാഷ്വാലിറ്റി എന്ന് പറയുന്നത്. ദിസ് ഡിപ്പാർട്ട്മെന്റ് വർക്ക്സ് അറൗണ്ട് ദ ക്ലോക്ക് and is equipped to deal with all kinds of emergencies. അല്ലെ. ഇനി എമർജൻസി ഡിപ്പാർട്ട്മെന്റ് കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് അതെന്താണ്? 24 hours പ്രവർത്തിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. ശരിയല്ല, എപ്പോ വേണമെങ്കിലും എമർജൻസി സിറ്റുവേഷൻ വരാം. അതിന് ഇന്ന സമയവും കാലവും ഒന്നുമില്ല, എപ്പോ വേണമെങ്കിലും എമർജൻസി സിറ്റുവേഷൻ വരാം. അതുകൊണ്ട് തന്നെ എന്താണ് കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റ് എന്താണ് 24 hours പ്രവർത്തിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. എല്ലാവിധ എമർജൻസി കേസുകളെ കൈകാര്യം ചെയ്യാനായിട്ട് വെൽ എക്വിപ്ഡ് ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ. പിന്നെന്താണ്? The patients are assessed according to the degree of injury or emergency and then given immediate treatment before being sent to a specialized department for the further treatment. അപ്പോ എന്താണ് ഈ പറയുന്ന പേഷ്യൻസിന് അവർക്ക് സംഭവിച്ചിട്ടുള്ള മുറിവുകൾ അല്ലെങ്കിൽ അവരുടെ എമർജൻസിയുടെ ആ ഒരു വ്യാപ്തി മനസ്സിലാക്കിയിട്ട് അവർക്ക് വേണ്ട ആ ഒരു പ്രാഥമിക പരിചരണം നൽകിയതിനു ശേഷം അവരെന്ത് ചെയ്യും? ഫർദർ ട്രീറ്റ്മെന്റിനായിട്ട് സ്പെഷ്യലൈസ്ഡ് ഡിപ്പാർട്ട്മെന്റിലോട്ട് അവരെ റെഫർ ചെയ്യും. ഇപ്പൊ ഒരു നെഞ്ചുവേദനയായിട്ട് ഒരാളെ കൊണ്ടുവന്നു, ആദ്യം കാഷ്വാലിറ്റിയിലോട്ടാണ് കൊണ്ടുവരാം. ആദ്യം ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ തന്നെ സ്റ്റേബിൾ ആക്കിയതിനു ശേഷം അദ്ദേഹത്തിന് എന്ത് ചെയ്യും? കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിലോട്ട് റെഫർ ചെയ്യും. അതുപോലെയാണ് ഓരോ കേസുകൾ. ആക്സിഡന്റ് കേസ് വന്നു, വളരെ സിവിയർ ആയിട്ടുള്ള ഇഞ്ചുറി ആയിട്ടാണ് ആള് വന്നിരിക്കുന്നതെങ്കിൽ കാഷ്വാലിറ്റിയിലോട്ട് കൊണ്ടുവരുന്നു. പിന്നീട് പെട്ടെന്ന് ഒരു എമർജൻസി സർജറി വേണമെന്നുണ്ടെങ്കിൽ അവരെ പെട്ടെന്ന് തന്നെ പിന്നെ ഒന്ന് ജസ്റ്റ് സ്റ്റേബിൾ ആക്കിയിട്ട് അവരെ ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് പറഞ്ഞിരിക്കും അല്ലെ. അതാണ് പറയുന്നത് എപ്പോഴും അവർക്ക് സംഭവിച്ചിട്ടുള്ള ഇഞ്ചുറി അല്ലെങ്കിൽ ആ ഒരു എമർജൻസിയുടെ വ്യാപ്തിയിൽ അസസ് ചെയ്തുകൊണ്ട് അതിനനുസരിച്ച് അവരെന്ത് ചെയ്യും? പ്രൈമറി ഇമീഡിയറ്റ് ട്രീറ്റ്മെന്റ് കൊടുക്കും അല്ലെ. പെട്ടെന്നുള്ള ഒരു ട്രീറ്റ്മെന്റ് കൊടുത്തിട്ട് ഒന്ന് സ്റ്റേബിൾ ആയതിനു ശേഷം അവരെ എന്താണ് സ്പെഷ്യലൈസ്ഡ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഫർദർ ട്രീറ്റ്മെന്റിനായിട്ട് റെഫർ ചെയ്യും. ഓക്കെ. ഇത്രയേ ഉള്ളൂ കാഷ്വാലിറ്റി എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അല്ലെ. നമ്മളൊക്കെ ഹോസ്പിറ്റലിൽ പോയിട്ടുള്ള ആൾക്കാര്. അതിന് വേറെ എന്തെങ്കിലും പറയുന്നില്ല, സിമ്പിൾ ആയിട്ടുള്ള കാര്യം. അപ്പൊ കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ആണല്ലോ. നിങ്ങളോടൊക്കെ എങ്ങനെയാ ചോദിക്കാം? കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റിന് പറയുന്ന മറ്റു പേര് അല്ലെ എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. അതുപോലെ 24 hours പ്രവർത്തിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് അത് കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റ് ആണ്. അങ്ങനെയൊക്കെയാണ് അതിന് ക്വസ്റ്റ്യൻസ് വരിക കേട്ടോ. ഓക്കെ. ഇത്രയേ ഉള്ളൂ. അടുത്ത നോക്കാം. അടുത്ത ഡിപ്പാർട്ട്മെന്റിലോട്ട് പോവാൻ നമുക്ക്. നെക്സ്റ്റ് വരുന്നതാണ് കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ്. അതാണ് കാർഡിയോളജി. എല്ലാവർക്കും ഫോളോ ചെയ്ത് പോകാൻ പറ്റുന്നില്ലേ? ചിലവർക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാവും, ആർക്കെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ ചോദിക്കാൻ മടിയൊന്നും വിചാരിക്കരുത് കേട്ടോ. ഓക്കെ. അതുപോലെ തന്നെ നിങ്ങൾക്ക് പറയുമ്പോൾ റെസ്പോണ്ട് ചെയ്തോളൂ. തെറ്റാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, അങ്ങനെ ഒരു വിഷയം ഇവിടെ ഇല്ല കേട്ടോ. എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾക്ക് പറയാം, റെസ്പോണ്ട് ചെയ്യണം. ആ മാത്രമേ നമുക്ക് അറിയുള്ളൂ. അതിന് നിങ്ങളെ കാണുന്നില്ലല്ലോ നമ്മള്. അല്ലെങ്കിൽ ക്ലാസ് എടുത്തു പോകുന്നത് നിങ്ങളെ കാണുന്നില്ല. അപ്പൊ നമ്മൾ പറയുന്ന കാര്യം നിങ്ങളിലേക്ക് എത്തുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇടയ്ക്ക് ഇങ്ങനെ ചോദിക്കുന്നത് കേട്ടോ. എന്തായാലും ഉഷാറാവണം, കുറച്ചും കൂടെ ആക്റ്റീവ് ആവണം കേട്ടോ എല്ലാവരും. ഓക്കെ. ശരി. അടുത്തതാണ് കാർഡിയോളജി. കാർഡിയോളജി നിങ്ങൾ തന്നെ പറഞ്ഞ കാര്യമാണ്. ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളെ അങ്ങനെയാണ് ഡയറക്റ്റ് ഇതിന്റെ ചോദ്യം വരിക കേട്ടോ. ഓരോ ഡിപ്പാർട്ട്മെന്റിൽ തന്നിട്ട് ചോദിക്കും ഈ ഡിപ്പാർട്ട്മെന്റ് എന്താണ് കൈകാര്യം ചെയ്യുന്നത്, അതറിഞ്ഞാൽ മതി. ഇനി ചില ഡിപ്പാർട്ട്മെന്റ് വരുമ്പോൾ ചില പ്രത്യേക രോഗാവസ്ഥകൾ പറയുന്നുണ്ട്, അല്ലെങ്കിൽ ചില ഓർഗൻസ് തന്നിട്ട് ആ ഓർഗന് വരുന്ന ബുദ്ധിമുട്ടുകൾ ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ് ഹാൻഡിൽ ചെയ്യുക, അങ്ങനെയൊക്കെയാണ് എടുത്ത് ചോദിക്കാം. അപ്പൊ അതൊക്കെ ഒന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അത്രയും ഇതിനകത്ത് ചെയ്യാനുള്ളൂ കേട്ടോ. ഓക്കെ. നോക്കാം. The department, as the name indicates, same indicates,
ഡീൽസ് വിത്ത് ദി പ്രോബ്ലംസ് ഓഫ് ദ ഹ്യൂമൻ ഹാർട്ട് ഓർ സർക്കുലേഷൻ അല്ലെ. നമ്മുടെ ഹാർട്ട് അല്ലെങ്കിൽ നമ്മുടെ സർക്കുലേഷൻ അല്ലെ, നമ്മുടെ സർക്കുലേഷന്റെ മെയിൻ ആൾ ആരാണ്? ഹാർട്ടാണ്. ഹാർട്ടാണ് നമ്മുടെ പമ്പിംഗ് മോട്ടർ അല്ലെ. ഓക്കെ, അപ്പൊ ഈ പറയുന്ന ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളെയൊക്കെ കൈകാര്യം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് കാർഡിയോളജി എന്ന് പറയുന്നത്. എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്താണ് കാർഡിയോളജി എന്നുള്ളതിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ അണ്ടർലൈൻ ചെയ്ത് വെച്ചോട്ടോ. നോക്കിക്കേ, കാർഡിയോളജി ഈസ് ദ മെഡിക്കൽ സ്പെഷ്യാലിറ്റി ദാറ്റ് ഡീൽസ് വിത്ത് ദ ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് ഡിസീസസ് ആൻഡ് ഡിസോർഡേഴ്സ് ഓഫ് ദ ഹാർട്ട്. കേട്ടോ, ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോളൂ. കാർഡിയോളജി അറിയാമല്ലോ, അതായത് ഹൃദയ സംബന്ധമായിട്ട് വരുന്ന ട്രീറ്റ്മെന്റുകള്, ഡിസോർഡേഴ്സുകള്, അതിന്റെയൊക്കെ രോഗനിർണയങ്ങളും ചികിത്സകളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ, ഇനി നോക്കിയേ, ഇറ്റ് ട്രീറ്റ്സ് പീപ്പിൾ ബോത്ത് ഓൺ എൻ ഇൻപേഷ്യന്റ് ആൻഡ് ഔട്ട് പേഷ്യന്റ് ബേസിസ് അല്ലെ. ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ഇൻപേഷ്യന്റ് ബേസിലും ഔട്ട് പേഷ്യന്റ് ബേസിലും ആണ് പേഷ്യൻസിനെ എന്ത് ചെയ്യുന്നുണ്ട്? ചികിത്സിക്കുന്നുണ്ട്. ഇൻപേഷ്യന്റ് ബേസ് എന്ന് പറയുന്നത് എന്താണ്? ഇപ്പൊ പെട്ടെന്ന് ഒരു കേസ് വന്നു, വളരെ സിവിയർ ആയിട്ടുള്ള ഒരു എമർജൻസി ആയിട്ടുള്ള ഒരു കാർഡിയാക് പ്രോബ്ലം ആയിട്ടാണ് വരുന്നത്. തീർച്ചയായിട്ടും അവരെ നമ്മൾ എന്ത് ചെയ്യും? അഡ്മിറ്റ് ചെയ്യും. അവർ പിന്നെ ഇൻപേഷ്യന്റ് ആണ്, അഡ്മിറ്റ് ചെയ്യും. അവർക്ക് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള എന്താണോ ചെയ്യേണ്ടത് ആ ഒരു ട്രീറ്റ്മെന്റ് അവർക്ക് കൊടുക്കും, അത് അഡ്മിറ്റ് ചെയ്യും. ഇനി ഔട്ട് പേഷ്യന്റ് ബേസിസിനും ട്രീറ്റ്മെന്റ് കൊടുക്കും. വലിയ എമർജൻസി ഒന്നുമില്ല, കുഴപ്പമില്ല, മരുന്നിലൊക്കെ കഴിച്ച് മുന്നോട്ട് പോകാൻ പറ്റിയ ഒരു സാഹചര്യമാണെങ്കിൽ അവർക്ക് ഔട്ട് പേഷ്യന്റ് വരുന്നു, കൺസൾട്ടേഷൻ ചെയ്ത് അവർക്ക് ആവശ്യമായ മരുന്നുകൾ കൊടുത്ത് അങ്ങനെ പോകുന്ന ആൾക്കാരുണ്ട് അല്ലെ. ഇപ്പൊ ചിലവര് എല്ലാം ഓടി പോയി സർജറി ചെയ്യേണ്ട, ചിലത് മെഡിസിൻ ഒക്കെ കൊടുത്ത് ആ രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയുന്ന ആളുകളുണ്ട്. ചിലത് ഇമീഡിയറ്റ് ആയിട്ട് പെട്ടെന്ന് ഒരു അറ്റാക്ക് ആയിട്ടൊക്കെ വരികയാണെങ്കിൽ അവരെ നമുക്ക് പെട്ടെന്ന് തന്നെ അഡ്മിറ്റ് ചെയ്തിട്ട് ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടതായിട്ട് അല്ലാതെ വരുന്ന കേസുകളുണ്ട് അല്ലെ. അതുകൊണ്ടാണ് പറഞ്ഞത് ഇൻപേഷ്യന്റ് ഔട്ട് പേഷ്യന്റ് ബേസിസിൽ എന്ത് കൊടുക്കുന്നുണ്ട്? രോഗിക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നുണ്ട് അല്ലെ. ഓക്കെ, അത് ആ ഒരു എമർജൻസിക്ക് അനുസരിച്ചിട്ടാണത് തീരുമാനിക്കുന്നത്. പിന്നെന്താണ്? The biggest area of heart disease treated is coronary artery disease. കേട്ടോ, അണ്ടർലൈൻ ചെയ്ത് വെച്ചോളൂ. The biggest area of heart disease treated is coronary artery disease അഥവാ CAD എന്നാണ് നമ്മൾ പറയാ കേട്ടോ. CAD, CAD കേട്ടോ, CAD ഇത് ഷോർട്ട് ആക്കി പറയുന്നതാണ്. CAD എന്നാണ് പറയാ. മെഡിക്കൽ ടേംസിൽ അവർ CAD എന്നാണ് എഴുതുക. CAD എന്ന് പറഞ്ഞാൽ എന്താണ്? കൊറോണറി ആർട്ടറി ഡിസീസ് ആണ്. അപ്പൊ ഹൃദ്രോഗ ചികിത്സയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് CAD എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള കേസുകളൊക്കെ എവിടെ കൈകാര്യം ചെയ്യുന്നത്? കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിലാണ് അല്ലെ. കൊറോണറി ആർട്ടറി ഡിസീസ് എന്നാണ് പറയുന്നത് കേട്ടോ. എന്താണ് കൊറോണറി ആർട്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? നമ്മുടെ ഹൃദയത്തിലേക്ക് ഓക്സിജനേറ്റഡ് ബ്ലഡ് കൊടുക്കുന്ന ബ്ലഡ് വെസൽ ആണ് കേട്ടോ. ഹൃദയത്തിലോട്ട് ഓക്സിജനേറ്റഡ് ബ്ലഡ് കൊടുക്കുന്ന ആ ഒരു ആർട്ടറി, ആർട്ടറി എന്നൊക്കെ പറഞ്ഞ ധമനി എന്നൊക്കെ നമുക്ക് പറയാം. അതാണ് കേട്ടോ കൊറോണറി ആർട്ടറി. നോക്കിക്കേ, കൊറോണറി ആർട്ടറി ഡിസീസുകളാണ് ഈ ആർട്ടറിനെ ബാധിക്കുന്ന അസുഖങ്ങൾ കേട്ടോ. എക്സാമ്പിൾ ആയിട്ട് പറയുന്നുണ്ട് ആൻജിന. ഓക്കെ, ആൻജിന പെക്ടോറിസ് എന്നാണ് പറയാ കേട്ടോ. ആൻജിന, എന്താണ് ആൻജിന എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? അതായത് നമ്മൾ ഈ ഹൃദയത്തിലേക്കുള്ള അത് തന്നെ രക്തം എത്തിക്കുന്ന അത് തന്നെ കറക്റ്റ് ആണ്, തടസ്സം, ചെസ്റ്റ് പെയിൻ അല്ലെ. അതായത് നമ്മുടെ ഹാർട്ടിലേക്ക് ഓക്സിജനേറ്റഡ് ബ്ലഡ് എത്തിക്കുന്ന ആർട്ടറിയാണ് കൊറോണറി ആർട്ടറി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ നമ്മളിപ്പോ ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ ഒരുപാട് നമ്മള് കൊളസ്ട്രോളും ഫാറ്റൊക്കെ നമ്മുടെ ഭക്ഷണത്തിലൂടെ നമ്മുടെ ശരീരത്തിലൂടെ എത്തുന്നുണ്ട് അല്ലെ. ഈ പറയുന്ന നമ്മൾ ഈ ഭക്ഷണത്തിലൂടെ കഴിക്കുന്ന കൊളസ്ട്രോള് ഫാറ്റുകളൊക്കെ ബ്ലഡിൽ കലരും. സ്വാഭാവികമായിട്ടും നമ്മൾ ഹൃദയത്തിലേക്ക് ഈ പറയുന്ന ആ ഒരു ബ്ലഡ്, ഓക്സിജനേറ്റഡ് ബ്ലഡ് വലിക്കുന്ന ആ ബ്ലഡ് വെസലിൽ എന്ത് സംഭവിക്കുന്നറിയോ? നമ്മൾ ഈ ഭക്ഷണത്തിലൂടെ കഴിക്കുന്ന കൊളസ്ട്രോളുകൾ ഫാറ്റുകളൊക്കെ ഈ ബ്ലഡ് വെസലിൽ അടിഞ്ഞു കൂടാനായിട്ട് തുടങ്ങും. അത് തന്നെ ശ്രുതി, റെഡ്യൂസ് ദ ബ്ലഡ് ഫ്ലോ. അവിടെ ഇങ്ങനെ അടിഞ്ഞു കൂടാൻ തുടങ്ങും. ഓക്കെ, ഫാറ്റുകളും കൊളസ്ട്രോളും ഒക്കെ ഇങ്ങനെ അടിഞ്ഞു കൂടിയിട്ട് അവിടെ ഒരു പ്ലേക്ക് പോലെയാവും. അവസാനം എന്താവും? ഇങ്ങനെ അടിഞ്ഞു കൂടി അവസാനം അവിടെ റപ്ചർ ആവാനായിട്ട് തുടങ്ങും. എന്നുവെച്ചാൽ അവിടെ വിള്ളലുകൾ വരാൻ തുടങ്ങും. സ്വാഭാവികമായിട്ടും ഇങ്ങനെ അടിഞ്ഞു കൂടുമ്പോൾ എന്ത് സംഭവിക്കും? നാരോ ബ്ലഡ് വെസൽ ഇങ്ങനെ ചുരുങ്ങിപ്പോവും. അപ്പൊ നല്ല രീതിയിൽ എന്ത് സംഭവിക്കില്ല? ബ്ലഡിന് നല്ല രീതിയിൽ ഫ്ലോ ചെയ്യാനായിട്ട് പറ്റാതെ വരും. അപ്പൊ എന്ത് വരും? നമ്മുടെ ഹൃദയപേശികൾക്ക് ആവശ്യമായിട്ടുള്ള ഓക്സിജനേറ്റഡ് ബ്ലഡ് അവിടെ എത്തില്ല. അങ്ങനെ എത്താതെ വരുമ്പോൾ നമ്മുടെ നെഞ്ചിനകത്ത് അനുഭവപ്പെടുന്ന അതിശക്തമായിട്ടുള്ളൊരു വേദന വരുന്നുണ്ട്. ഓക്കെ, അതാണ് നമ്മള് ആൻജിന എന്ന് പറയുന്നത് കേട്ടോ. അതാണ് ചെസ്റ്റ് പെയിൻ, ആൻജിന പെക്ടോറിസ് എന്നാണ് പറയാ കേട്ടോ. പ്രത്യേകിച്ച് നമ്മള് അതൊരു ഹാർട്ട് അറ്റാക്കിന്റെ ഒക്കെ ഒരു സിംറ്റം ആണ് അല്ലെ. പ്രത്യേകിച്ച് നമ്മുടെ നെഞ്ചിന്റെ ഇടത് ഭാഗത്ത് ശക്തമായ ഒരു പെയിൻ നമുക്ക്
വരും. പ്രത്യേകിച്ച് നമ്മുടെ ലെഫ്റ്റ് ലെഗിലോട്ടും, ലെഫ്റ്റ് ഈ പറയുന്ന നമ്മുടെ കൈകളിലേക്കൊക്കെ ആ ഒരു പെയിൻ ഭയങ്കരമായിട്ട് റേഡിയേറ്റ് ചെയ്ത് അറ്റാക്ക് വരാൻ പോകുന്ന ഒരു സിറ്റുവേഷൻ വരും. ഓക്കെ, ഈ ബ്ലഡ് ഫ്ലോ കുറഞ്ഞിട്ടാണ് കേട്ടോ, ബ്ലോക്ക് വരുന്നത് കൊണ്ടാണ് അത് സംഭവിക്കുന്നത്. ആ ഒരു അവസ്ഥയാണ് ആൻജിന എന്ന് പറയുന്നത്. അത് കൊറോണറി ആർട്ടറി ഡിസീസിൽ വരുന്നതാണ്. ഇതിനൊരു എക്സാമ്പിൾ ആയിട്ടാണ് പറയുന്നത് കേട്ടോ, ആൻജിന. അതുപോലെ തന്നെ കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗ്. ബൈപ്പാസ് സർജറി കേട്ടിട്ടില്ലേ നിങ്ങള്? കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗ്, ബൈപ്പാസ് സർജറി. അത് തന്നെ തൻസിയ പറഞ്ഞ കറക്റ്റ് ആണ്. ക്രിയേറ്റ് ദ ന്യൂ പാത്ത് ഫോർ ബ്ലഡ് ഫ്ലോ, അല്ലെ? കാര്യം നമുക്കറിയാം നമ്മുടെ ഹൃദയത്തിലേക്ക് ഞാൻ പറഞ്ഞ ഈ ബ്ലഡ് വെസലുകളും ബ്ലോക്ക് വരെയാണ്. അപ്പൊ ബ്ലോക്ക് വരുമ്പോൾ വേണ്ടത്ര നല്ല രീതിയിൽ ബ്ലഡ് എവിടേക്ക് എത്തില്ല, ഹാർട്ടിലോട്ട് എത്തില്ല. അപ്പൊ ബ്ലോക്ക് വരില്ലേ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? വേറൊരു വഴി നമുക്ക് അവിടെ ക്രിയേറ്റ് ചെയ്യണം, അല്ലെ? അപ്പൊ ശരിക്കും പറയുമ്പോൾ നമ്മുടെ വീട്ടിലേക്ക് പോണ വഴിയിൽ ഒരു മരം വീണെന്ന് വിചാരിക്കാം. മരം വീണ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ആ മരം മുറിച്ച് മാറ്റിയിട്ട് നമുക്ക് ചിലപ്പോൾ നമുക്ക് ആ മരം വീണ് കഴിഞ്ഞ് വീട്ടിലോട്ട് എത്താൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? വേറെ വഴിയിൽ കൂടെ നമ്മൾ നമ്മുടെ വീട്ടിലോട്ട് എത്തും. എന്നതുപോലെ തന്നെയാണ് ഹാർട്ടിലേക്ക് പോകുന്ന ബ്ലഡ് വെസൽ ബ്ലോക്ക് ആയി. ബ്ലോക്ക് ആവുമ്പോൾ എന്ത് സംഭവിക്കുകയാണ്? ഒന്നുകിൽ നമുക്ക് ആൻജിയോപ്ലാസ്റ്റി അങ്ങനെയൊക്കെ ചെയ്ത് വേണമെങ്കിൽ നമുക്ക് ആ ബ്ലോക്ക് എടുത്ത് മാറ്റാം. പക്ഷെ ചില സാഹചര്യങ്ങളിൽ നമുക്ക് ആ ബ്ലോക്ക് മാറ്റാൻ പറ്റാത്ത ചില സിറ്റുവേഷൻ വരും. അപ്പൊ എന്ത് ചെയ്യുന്നത്? നമ്മള് വേറെ ഏതെങ്കിലും നമ്മുടെ ശരീരത്തിന്റെ വേറെ ഏതെങ്കിലും ഭാഗത്ത് നിന്ന് ആർട്ടറി മുറിച്ചെടുത്തിട്ട് ഈ ബ്ലോക്ക് വന്നിട്ടുള്ള ആർട്ടറിയുടെ മുകളിലോ താഴെയായിട്ട് വേറൊരു ബ്ലഡ് വെസല് നമ്മൾ അറ്റാച്ച് ചെയ്യുന്നതായിട്ട് വരും. എന്നിട്ട് ഇതിലൂടെ പോകുന്ന ബ്ലഡിനെ റീറൂട്ട് ചെയ്യാണ്, ബൈപ്പാസ് ചെയ്ത് റീറൂട്ട് ചെയ്ത് നമ്മൾ തിരിച്ചെങ്ങോട്ടേക്ക് എത്തിക്കുകയാണ്? ഹാർട്ടിലോട്ട് എത്തിക്കുകയാണ്. അതാണ് ഈ ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്. ഗ്രാഫ്റ്റ് എന്ന് പറയാൻ കാരണം വേറൊരു ബ്ലഡ് വെസലിനെയാണ് നമ്മൾ അവിടെ അറ്റാച്ച് ചെയ്യുന്നത്. അതിനെയാണ് ഗ്രാഫ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ബ്ലഡിലേക്ക്, ഹൃദയത്തിലേക്ക് പോകുന്ന ബ്ലഡ് വെസൽ ബ്ലോക്ക് ആയി, നമ്മളൊന്നും ചെയ്യാൻ പറ്റില്ല. പകരം എന്ത് ചെയ്യണം? നമുക്ക് ബ്ലഡ് ഹാർട്ടിലോട്ട് എത്തിക്കേണ്ടേ? അതിന് വേണ്ടിയിട്ട് വേറൊരു വഴിയിലൂടെ നമ്മൾ വേറൊരു വഴി അതിനായിട്ട് ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് ഒരു പുതിയ ബ്ലഡ് വെസൽ അറ്റാച്ച് ചെയ്ത് അതിലൂടെ നമ്മൾ ബ്ലഡിനെ കത്തി ഇങ്ങോട്ടേക്ക് എത്തിക്കുകയാണ്, ഹാർട്ടിലോട്ട് എത്തിക്കുകയാണ്. അതാണ് ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്. ആ വെക്കുന്ന ബ്ലഡ് വെസലിനെയാണ് നമ്മൾ ഗ്രാഫ്റ്റ് എന്നാണ് പറയുക. സോ അതിന്റെ പേര് കാബ്ജ് എന്നാണ് കേട്ടോ പറയാം. കാബ്ജ്, CABG, കാബ്ജ്, കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റ്. ഇപ്പൊ കാബ്ജ് എന്നൊക്കെ കേൾക്കുന്നത് ഓർക്കണം കേട്ടോ. കാഡ് എന്ന് പറഞ്ഞാൽ കൊറോണറി ആർട്ടറി ഡിസീസ് ആണ്. കാബ്ജ് എന്ന് പറഞ്ഞാൽ കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റ്, ബൈപ്പാസ് സർജറി തന്നെ. വളരെ മേജർ ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ ആണ്. പക്ഷെ ഇപ്പൊ ഒരുപാട് ആളുകൾക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ്, അല്ലെ? ഇതൊക്കെയാണ് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. ഇങ്ങനെയുള്ള സേവനങ്ങളൊക്കെ എവിടെയാണ് ചെയ്യുന്നത്? കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിലാണ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെന്താണ്? കാർഡിയോവാസ്കുലർ സർജറി ഡീൽസ് വിത്ത് സർജിക്കൽ ട്രീറ്റ്മെന്റ് ഓഫ് ഹാർട്ട് ആൻഡ് ബ്ലഡ് വെസൽസ് കേട്ടോ. കാർഡിയോവാസ്കുലാർ, വാസ്കുലാർ എന്ന ടേം കേട്ട് കഴിഞ്ഞാൽ അത് ബ്ലഡ് വെസലുമായിട്ട് കണക്റ്റഡ് ആണ് കേട്ടോ. വാസ്കുലാർ എന്ന് കേട്ട് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് റിലേറ്റഡ് ടു ബ്ലഡ് വെസൽസ് ആണ് കേട്ടോ. അപ്പൊ കാർഡിയോവാസ്കുലാർ സർജറി എന്ന് പറഞ്ഞാൽ എന്താണ്? സർജിക്കൽ ട്രീറ്റ്മെന്റ്, അത് തന്നെ രക്തക്കുഴലുകൾ കേട്ടോ. ട്രീറ്റ്മെന്റ് ഓഫ് ഹാർട്ട് ആൻഡ് ബ്ലഡ് വെസൽസ് ആണ്. ഓക്കെ, ഹാർട്ടിനും അതുപോലെ അതിനോടനുബന്ധിച്ചുള്ള ബ്ലഡ് വെസലുകൾക്കൊക്കെ വരുന്ന സർജിക്കൽ ട്രീറ്റ്മെന്റിനെയാണ് കാർഡിയോവാസ്കുലർ സർജറി എന്ന് പറയുന്നത്. Cardiac surgery involves procedures like the bypass surgeries, valve repairs, valve replacement, and surgery for the congenital defects. Vascular okay, അത് വരെ പറയാം കേട്ടോ. കാർഡിയാക് സർജറിയിൽ എന്തൊക്കെ പ്രൊസീജിയറുകൾ ചെയ്യാറുണ്ട്? ബൈപ്പാസ് സർജറി ഇപ്പൊ നമ്മൾ പറഞ്ഞ കാബ്ജ് അല്ലെ, ബൈപ്പാസ് സർജറി ചെയ്യാറുണ്ട്. വാൽവിന്റെ റിപ്പയറുകൾ അല്ലെ, നമ്മുടെ ഹൃദയത്തിൽ ഒരുപാട് വാൽവുകൾ ഉണ്ട് അല്ലെ. ഓക്കെ, ഇപ്പൊ വാൽവിന്റെ റിപ്പയറുകൾ, വാൽവിന്റെ റീപ്ലേസ്മെന്റ്, ഓക്കെ, അതുപോലെ തന്നെ വാൽവ് മാറ്റിവെക്കുക, അങ്ങനെയൊക്കെയുള്ള സർജറികള്. സർജറി ഫോർ കൺജെനിറ്റൽ ഡിഫക്ട്. കൺജെനിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ബൈ ബർത്ത് ആണ് കേട്ടോ. ജന്മനാ ഉണ്ടാവുന്ന ചില ഡിഫക്ട്, ചില കുഞ്ഞുങ്ങളൊക്കെ കണ്ടിട്ടില്ലേ? ജനിക്കുമ്പോൾ തന്നെ ഹൃദയത്തിന് പ്രശ്നങ്ങളായിട്ട് ജനിക്കുന്ന ആളുകൾ, കുഞ്ഞുങ്ങളൊക്കെ കണ്ടിട്ടില്ല, ആളുകളൊക്കെ ഉണ്ടായിരിക്കും. അങ്ങനെ ജന്മനാ ഉണ്ടാവുന്ന അതിനെയാണ് കൺജെനിറ്റൽ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഡിഫക്റ്റുകള് അതൊക്കെ ചികിത്സിക്കുന്നത്, അത്തരത്തിൽ സർജറികളൊക്കെ ഇതിനകത്ത് നടക്കുന്നുണ്ട്, കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിനകത്ത് നടത്തുന്നുണ്ട്. പിന്നെ പറയുന്നത് വാസ്കുലാർ ഡീൽസ് വിത്ത് ഡിസീസ് ഓഫ് ബ്ലഡ് വെസൽസ്. വാസ്കുലാർ എന്ന് പറയുന്ന ടേം കേട്ടാൽ അത് ബ്ലഡ് വെസലുമായിട്ട് കണക്റ്റഡ് ആണ് കേട്ടോ. വാസ്കുലാർ ഡീൽസ് വിത്ത് ഡിസീസ് ഓഫ് ബ്ലഡ് വെസൽസ്. ബ്ലഡ് വെസലുമായിട്ട് ബന്ധപ്പെട്ട അസുഖങ്ങളെയാണ് നമ്മൾ പൊതുവെ വാസ്കുലാർ, അതുകൊണ്ടാണ് കാർഡിയോ വാസ്കുലാർ, ഹൃദയവും ബ്ലഡ് വെസലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കേട്ടോ. നോക്കിക്കേ, പേസ് മേക്കർ ഇംപ്ലാന്റ്, ഇങ്ങനെയുള്ള സേവനങ്ങളാണ് അവിടെ ചെയ്യുന്നത്. പേസ് മേക്കർ ഇംപ്ലാന്റേഷൻ, ട്രീറ്റ്മെന്റ് ഫോർ മയോകാർഡിയൽ ഇൻഫാക്ഷൻ. മയോകാർഡിയൽ ഇൻഫെക്ഷൻ ഈസ് ആൾസോ ഡൺ ഇൻ ദിസ് ഡിപ്പാർട്ട്മെന്റ് കേട്ടോ.
അപ്പൊ ഇങ്ങനെയുള്ള സേവനങ്ങളാണ് പേസ് മേക്കർ ഘടിപ്പിക്കാം, നമ്മുടെ ഹൃദയത്തിന്റെ ആ സ്പന്ദനത്തിനെ കറക്റ്റ് എന്താ പറയാ കറക്റ്റ് ആക്കുന്നതിന് വേണ്ടിയിട്ട് പേസ് മേക്കർ ഘടിപ്പിക്കും അല്ലെ. ഓൾറെഡി ഉണ്ട് നമുക്ക് ഒരു സൈനോഎട്രിയൽ നോഡ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട് നമുക്ക്. അതിന് കേടുപാടുകൾ വന്ന ഒരു പേസ് മേക്കർ ആണ്. പേസ് എന്ന് പറഞ്ഞ വേഗതയാണ് അല്ലെ, ആ ഒരു ബീറ്റ് ആണ്. ആ ബീറ്റ് കറക്റ്റ് ആക്കുന്നതിന് വേണ്ടിയിട്ടാണ് പേസ് മേക്കർ ഒക്കെ വെക്കാറുണ്ട് അല്ലെ. പേസ് മേക്കർ ഇംപ്ലാന്റേഷൻ കേട്ടിട്ടുണ്ടാകുന്നില്ല. ട്രീറ്റ്മെന്റ് ഫോർ മയോകാർഡിയൽ ഇൻഫാക്ഷൻ. പേരൊന്നും കേട്ട് പേടിക്കണ്ട. മയോകാർഡിയൽ ഇൻഫാക്ഷൻ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഹാർട്ട് അറ്റാക്ക് ആണ് കേട്ടോ. ഹാർട്ട് അറ്റാക്ക് ഇല്ലേ ഇത് പറയുന്നത്, അങ്ങനെയാണ് പറയുന്നത് കേട്ടോ. മയോകാർഡിയൽ ഇൻഫാക്ഷൻ എന്നാണ് പറയുക കേട്ടോ. വേറൊന്നുമല്ല, ഹാർട്ട് അറ്റാക്ക് തന്നെയാണ്. അപ്പൊ അങ്ങനെയുള്ളതിന് ചികിത്സകളും കാര്യങ്ങളൊക്കെ ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് ചെയ്യുന്നത്? കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിലാണ് ചെയ്യുന്നത്. ഒന്നുമില്ല അതിനകത്ത് പഠിക്കാൻ. കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ്. ഏറ്റവും പ്രധാനമായിട്ടും ഹൃദ്രോഗ ചികിത്സയുടെ ഏറ്റവും വലിയ ഏരിയ എന്ന് പറയുന്നത് കൊറോണറി ആർട്ടറി ഡിസീസ് ആണ്, കാഡ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? ആൻജിന അല്ലെ, ആൻജിന ഒരു എക്സാമ്പിൾ ആണ്. അതുപോലെ ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗ് അങ്ങനെയുള്ള സേവനങ്ങളൊക്കെ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിലാണ് ചെയ്യുന്നത്. കാർഡിയോ വാസ്കുലർ എന്ന് പറയുമ്പോൾ ദാറ്റ് ഡീൽസ് വിത്ത് ദി എന്താണ് ഹാർട്ടും ബ്ലഡ് വെസലും അതുമായിട്ട് ബന്ധപ്പെട്ട ബ്ലഡ് വെസലിന്റെ ട്രീറ്റ്മെന്റുകളും സർജറികളൊക്കെ ഉൾപ്പെടുന്നതാണ് കാർഡിയോ വാസ്കുലർ സർജറി. പിന്നെ എന്തൊക്കെ സേവനങ്ങൾ ചെയ്യുന്നുണ്ട്? ബൈപ്പാസ് സർജറി, വാൽവ് റിപ്പയർ, വാൽവ് റീപ്ലേസ്മെന്റ്, അതുപോലെ തന്നെ പേസ് മേക്കർ ഇംപ്ലാന്റേഷൻ, അങ്ങനെയുള്ള മയോകാർഡിയൽ ഇൻഫാക്ഷൻ ട്രീറ്റ്മെന്റ്, ഇതെല്ലാം തന്നെ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത്രയും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കേട്ടോ. ഓക്കെ, ICD ഇംപ്ലാന്റേഷൻ ഞാൻ നോക്കിയിട്ട് പറയാം കേട്ടോ റമീഷ, നോക്കിയിട്ട് പറയാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിനകത്ത് വരുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയോ? പിന്നെ നിങ്ങൾക്ക് ഇതിൽ ഡിപ്പാർട്ട്മെന്റ് നിങ്ങൾ പഠിക്കേണ്ട കേട്ടോ. ഓരോ ഡിപ്പാർട്ട്മെന്റ് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്, എന്തൊക്കെ സേവനങ്ങളാണ് അവിടെ കൊടുക്കുന്നത്, അത്രയുള്ളൂ. നമ്മൾ പഠിക്കുന്ന അഡ്മിനിസ്ട്രേഷൻ കോഴ്സാണ്. ഇതിന്റെ ഡീപ്പായിട്ടുള്ള നോളജും കാര്യങ്ങളൊന്നും വേണ്ട. ഒരു ജസ്റ്റ് ഒരു ഓവറോൾ ഐഡിയ നമുക്ക് ഉണ്ടായിരിക്കാം കേട്ടോ. അത്രയും അതിന് വേണ്ടു. ആ രീതിയിൽ കണ്ടാൽ ഇതിലുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ നമ്മുടെ ക്ലാസ് ഇന്നത്തെ വൈൻഡപ്പ് ചെയ്യാം. ഞാൻ വളരെ സ്ലോവിലാണ് പറഞ്ഞത്. ടെക്സ്റ്റ് ബുക്ക് ഒക്കെ ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് സ്പീഡപ്പ് ആക്കണം കേട്ടോ. ഞാനൊന്ന് അൺമ്യൂട്ട് ചെയ്യാണ് കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. മാം ടൈം ടേബിൾ ഒന്ന് ഷെയർ ചെയ്യോ? ടൈം ടേബിൾ ഗൂഗിൾ ക്ലാസ് റൂമിലേക്ക് ഇട്ട് തന്നിട്ടില്ലേ? ഞാൻ പറയാം കേട്ടോ അവരോട്. ക്ലാസ് റൂമിൽ ഇട്ടിട്ടുണ്ടെന്നാണ് കഴിഞ്ഞത് കേട്ടോ. ഓക്കെ, ഒന്നുകൂടെ പറയാം കേട്ടോ. മാം നമുക്ക് എത്ര പേപ്പർ ഉണ്ടാവും എക്സാമിന്? 4 പേപ്പർ ഉണ്ടായിരിക്കും കേട്ടോ. 4 പേപ്പർ ഉണ്ടാവും. മൊഡ്യൂള് 1 ഒരു എക്സാം, മൊഡ്യൂള് 2 ഒരു എക്സാം, 3, 4 കേട്ടോ. 4 പേപ്പർ ഉണ്ടാവും കേട്ടോ. 4 മൊഡ്യൂളായിട്ടാണ് എക്സാം വരുന്നത്. അല്ല, ഒരു മൊഡ്യൂളിൽ എത്ര പേപ്പർ ഉണ്ടാവും? ഒരു മൊഡ്യൂളിൽ ഇത്ര പേപ്പർ ഇല്ല. ഒരു മൊഡ്യൂളില് ഒറ്റ പേപ്പർ ആണ് കേട്ടോ. ഒരു മൊഡ്യൂളിൽ ഇത്ര ചാപ്റ്റേഴ്സ് ഇല്ലേ, അതിന് ബേസ് ചെയ്തുകൊണ്ട് ഒരു എക്സാം. മൊഡ്യൂള് 1 ഒരു എക്സാം, 2 ഒരു എക്സാം, 3 4 ഒരു എക്സാം, അങ്ങനെയാണ് കേട്ടോ. 3 സെപ്പറേറ്റ്, 4 സെപ്പറേറ്റ്, അങ്ങനെ 4 മൊഡ്യൂളിൽ 4 എക്സാം വരും കേട്ടോ. ഓക്കെ, മെയിൻ എക്സാമിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. മെയിൻ അങ്ങനെയാണ് കേട്ടോ. മിസ്സേ, ഞാൻ ICD ചോദിക്കാൻ കാരണം എന്റെ ഹസ്ബൻഡിന് ഒരു സർജറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിലായിരുന്നു ഇൻക്ലൂഡ് ആയിട്ടുണ്ടായിരുന്നത്. അതെ ചോദിച്ചത്. എനിക്ക് അതിനെ പറ്റി അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ അന്വേഷിച്ചിട്ട് പറഞ്ഞത്. എനിക്ക് അതിനെ പറ്റി നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ള അറിവ് എനിക്ക് അറിയില്ല. അതിനെ പറ്റി കൂടുതൽ ഞാൻ അത് അന്വേഷിച്ചിട്ട് പറയാം കേട്ടോ. താങ്ക് യു.